പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിനോയ് ജോസഫാണ്. നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് തൻ്റെ ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോട് കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിനോയ് ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററേ. കർത്താവിന്റെ ദാസനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ദാസനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ് ജോസഫ്. ഉത്തർപ്രദേശിൽ കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളുമാണ് എനിക്കുള്ളത്. വൈഫിന്റെ പേര് മേരി ബിനോയ്, മൂത്ത കുട്ടിയുടെ പേര് ക്രിസ്റ്റ്യന ബിനോയ്, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ജെമീമ ബിനോയ്. ആമേൻ. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഓക്കെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ പേര് ബിനോയ് ജോസഫ് എന്ന് ആണ്. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയില് ഏറ്റുമാനൂരിന് അടുത്ത് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ജനിച്ചത് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും വളർന്നത് ഞാൻ കണ്ണൂർ ജില്ലയില് ഇരിട്ടിക്കടുത്ത് ആണ് ഞാൻ വളർന്നത്. അതിന് കാരണം എൻ്റെ കൊച്ചു പ്രായം മുതൽ എന്നെ കൊണ്ട് എൻ്റെ പിതാവിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരല്പം കുസൃതി കൂടുതലായിരുന്നത് കൊണ്ട് എന്നെ വളർത്തിയെടുക്കുവാൻ എൻ്റെ പിതാവ് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അത് നിമിത്തം ഉപദേശിക്കുകയും അതുപോലെ ഒത്തിരി ശിക്ഷിക്കുകയൊക്കെ ചെയ്തെങ്കിലും ശിക്ഷണം കൂടിയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്നിനൊന്നിന് ഞാൻ വഷളായി പോവുക തന്നെ ചെയ്തുകൊണ്ടിരുന്നു. വീട്ടുകാർക്കാണെങ്കിലും എന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു ദിവസമില്ല. സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു ദിവസവുമില്ല. എല്ലാ ദിവസവും സ്കൂളിൽ പോയാൽ എല്ലാ ദിവസവും എന്നെ കുറിച്ച് ഒന്നിലധികം കംപ്ലൈന്റ് വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ എൻ്റെ പിതാവ് ഒത്തിരി എന്നെ കുറിച്ച് മാനസികമായിട്ട് ഒത്തിരി വിഷമിക്കുവാൻ കാരണമായി തീർന്നു. എന്നാൽ ഉപദേശം കൊണ്ടോ നേർച്ച വഴിപാട് കൊണ്ടോ ഒന്നും എന്നെ നേരെയാക്കുവാൻ എൻ്റെ പിതാവിന് കഴിയാതെ പോയി. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടത് എൻ്റെ വൈഫുമായിട്ട് ഞാനിങ്ങനെ ഒരു സംഭവകഥ ഞാൻ പറഞ്ഞ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഈ മുളക് ചാലിച്ചത്. അപ്പൊ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ വൈഫിനോട് പറഞ്ഞ്, ഒരിക്കലല്ല പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഈ നല്ല മുളക് ചാലിച്ചിട്ട് എൻ്റെ കണ്ണിലും ശരീരാസകലം ഒക്കെ എൻ്റെ ശരീരത്തെ തേച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാലെങ്കിലും ഭയം തട്ടുകയും ഒന്ന് ശാന്തനായി തീരുമെന്ന് ഉള്ള പ്രതീക്ഷയോടു കൂടെയാണ്. ഇതെന്റെ അപ്പച്ചനും അമ്മച്ച ചെയ്തതല്ല, എൻ്റെ മറ്റപ്പച്ചന്റെ ചേട്ടന്റെ ഒരു മോനെ, എൻ്റെ അപ്പച്ചന്റെ പെങ്ങളെ ഒക്കെ കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറുപ്പത്തില് അപ്പൊ ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ മോശമാകുന്നത് കൊണ്ട് വീട്ടുകാർക്കൊരു സംശയം, ഇനി പിശാചുബാധ വല്ലതും ആണോ എന്നുള്ളൊരു സംശയം. കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി ഫേമസ് ആണ്. അപ്പം രാത്രി എൻ്റെ അപ്പച്ചന്റെ പിതാവ് പറഞ്ഞിടാ, ഇവനെ പള്ളിയിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കുവാണെങ്കിൽ പിശാചുബാധയാണെങ്കിൽ ഒഴിഞ്ഞു മാറും എന്നിങ്ങനെ പറയുന്ന രാത്രി ഞാൻ കേട്ടുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഉറങ്ങി എന്നുള്ള ധാരണ കൊണ്ടാണ് ഇവരത് പറഞ്ഞത്. പക്ഷെ ഞാനത് കേട്ടുകൊണ്ടാണ് കിടന്നത്. അപ്പൊ രാവിലെ എന്നോട് പറഞ്ഞിടാ, നമുക്കൊന്ന് കറങ്ങാൻ പോകാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളയപ്പം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തെ ചേട്ടൻ ചേട്ടാ നിന്നെ ഞാൻ വെളിയിൽ കൊണ്ടുപോകാം, ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറവിലങ്ങാടി നിന്ന് എനിക്ക് അപ്പമൊക്കെ വാങ്ങിച്ചു തന്നു, അപ്പം കറിയൊക്കെ വാങ്ങിച്ചു തന്നു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമുക്ക് പള്ളി വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് പിടിക്കാൻ പോരുന്ന പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, പള്ളിയിൽ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ സ്ഥിരം എന്നെ തല്ലുന്നത് കൊണ്ട് എനിക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു
വഴി എനിക്ക് അന്ന് കിട്ടിയത്. അപ്പൊ ഞാൻ ആ ഹോട്ടലിന്റെ വെള്ളി ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, പിശാചാണെങ്കിൽ സത്യമായിട്ട് ഞാൻ പള്ളി വരികയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ബോധ്യമായി ഇവന് പിശാച് തന്നെയാണെന്ന് ബോധ്യമായി. കാരണം വെച്ചാൽ തല്ലുകൊണ്ട് ഞാനും മടുത്ത്, തല്ലി തല്ലി അവരും മടുത്ത്. അപ്പോഴത്തേക്ക് ഇങ്ങനെയെങ്കിലും പറയുമ്പോഴത്തേക്ക് പിന്നെ ആരും തല്ലില്ലല്ലോ എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ പിശാച് നമ്മളെ ബാധിച്ചത് കൊണ്ടല്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഓർക്കും ഇവനെ തല്ലിയിട്ട് കാര്യമില്ല, പിശാച് ബാധിച്ചവനെ തല്ലിയിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുമെന്ന് ഞാൻ ചിന്തിച്ചോളൂ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഏറെക്കുറെ എങ്ങനെയായി, പിന്നെ വലിയ കാര്യമായിട്ട് മറ്റാരും എന്നെ ഉപദ്രവിക്കത്തില്ലെങ്കിലും എന്റെ അപ്പച്ചൻ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. കാരണം ആ, മകൻ എങ്ങനെയെങ്കിലും നന്നായി കിട്ടണം ഒരു ആഗ്രഹമുണ്ട്. ആ സമയത്താണ് നമ്മുടെ പെരുമ്പാവൂര് കീഴല്ലത്ത് പെനിയൽ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് എന്റെ അപ്പച്ചന്റെ ഏറ്റവും മൂത്ത ഏട്ടൻ താമസിക്കാവുന്നവരാണ് ഇരിട്ടയില്. അദ്ദേഹത്തിന്റെ മോൻ ജോർജ്, അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം ഏജില് ശുശ്രൂഷകനായി വന്നു. ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ അവധിക്ക് സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ വരും, വീട്ടിലൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ഒരിക്കല് ചേട്ടനോട് ഇങ്ങനെ, ജോർജെ, ഇവനെ കൊണ്ട് ഞാൻ മടുത്ത്, അതുകൊണ്ട് നിനക്ക് ഇവനെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളയാമോ? ഇവനെ കൊണ്ട് ഞങ്ങൾ മടുത്ത്, നന്നാകുന്ന യാതൊരു രക്ഷയില്ല. കളയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, കാരണം വെച്ചാൽ നന്നായില്ല. മനുഷ്യൻ തല്ലിക്കൊന്ന് കളയുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്റെ കണ്ണിന് മുമ്പ് ഇത് മാറിപ്പോവുകയാണെങ്കിൽ പോയെന്നുള്ള ദുഃഖം ഉണ്ടാവുകയുള്ളു. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വരില്ലോ എന്ന് എന്റെ പിതാവ് പറഞ്ഞു. അവർക്ക് ഒത്തിരി വേദനയുണ്ട്, കാരണം പിന്നെ മോൻ ഇങ്ങനെ ഒന്നിനൊന്നിന് വഷളായി പോകുന്നത് കൊണ്ട്. കൊച്ചുപ്രായമാണ്. സാധാരണ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കുസൃതിയേക്കാൾ കവിഞ്ഞാണ് എനിക്കുണ്ടാകുന്ന കുസൃതിത്തരം. കാരണം ആർക്കും ഒരു നിമിഷം പോലും എന്നെ ഉൾക്കൊള്ളാനോ വഹിക്കാനോ കഴിയത്തില്ല. 10 മിനിറ്റ് മനുഷ്യൻ ആരെങ്കിലും അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ജീവിതത്തിൽ എന്റെ നേരെ വരത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇവനെ കൊണ്ട് കളയാൻ പാടില്ല, നമുക്ക് അവനെ നന്നാക്കി എടുക്കാൻ ചിറ്റപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വില എന്ന് പറയുന്നത് 100-ന്റെ നോട്ടാണ്. എന്റെ അപ്പനിട്ട വിലയാണ് 100-ന്റെ ഒരു നോട്ട്. ആ 100-ന്റെ ഒരു നോട്ട് കൊടുത്ത് എന്റെ ചേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ. അത് എനിക്കിട്ട വിലയല്ല സത്യത്തില്. 100 രൂപയുടെ നോട്ട് കൊടുത്തത് ചേട്ടന്റെ വണ്ടിക്കൂലി കൊടുത്തതാണ്. എവിടെയെങ്കിലും എനിക്ക് വണ്ടിക്കൂലിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് എന്നെ ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ 100-ന്റെ നോട്ടും കൊടുത്ത് ഞാൻ പറയും, 100-ന്റെ വിലയുള്ള എന്റെ അപ്പൻ എനിക്ക് ഇട്ടേക്കുന്നു. പക്ഷെ ചേട്ടൻ എങ്ങനെ എന്നെ കൊണ്ടുപോകുന്നു, കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഷാരോന്റെ ഒരു ജലോത്സവമുണ്ട്. അവിടെ എന്നെ ആ ജലോത്സവത്തിൽ കൊണ്ടാക്കി. അപ്പൊ എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. കാരണം മാതാപിതാക്കളില്ലാത്തവര്, അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ട് നിന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങളാണ്. അതും പലതും പല സ്വഭാവക്കാരാണ്. പക്ഷെ എനിക്ക് ആ പിള്ളേരുമൊക്കെ ആയിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ, മെരുങ്ങി പോകാൻ കഴിയാതെ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഞാൻ എൻ്റെ അപ്പച്ചന്റെ മൂത്തയേട്ടന്റെ വീട്ടിലേക്ക് ഇന്നുകരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയും അവിടെ അവരൊക്കെ പെന്തക്കോസ്ത് വിശ്വാസത്തിലാണ്, അവർ ഈസി ചർച്ചിലാണ് അവർ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മുതിർന്ന സഹോദരങ്ങളാണ് ഇവര് പലരും ആരാധനയ്ക്ക് പോകുന്നവരാണ്. ഇവരെയൊക്കെ ഞാൻ കൊച്ചായതുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ ഭയമുണ്ട്. അപ്പം ഇവരോടുള്ള ഭയം നിമിത്തം ഞാൻ കൃത്യമായിട്ട് ആരാധനയ്ക്ക് പോകുമായിരുന്നു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരത്തില്ല, സൺഡേ സ്കൂളും കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അറിഞ്ഞല്ലെങ്കിലും അറിയാതെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിലും അതൊക്കെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ അത് നന്മയ്ക്കായി തീർന്നു എന്നുള്ളതാണ്. ഒത്തിരി അനാഥത്വം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ പോലും അപ്പനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പോലെ വളർന്നു. എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തവനെ പോലെ വളർന്നത് പിന്നീട് എൻ്റെ ശുശ്രൂഷയുടെ ഓരോ കാലഘട്ടത്തിലും എനിക്ക് അപ്രകാരം ജീവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇന്ന് എനിക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ നാളുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും പിന്നീട് എനിക്കത് നന്മയ്ക്കായി തീരുന്നു. അങ്ങനെ അവിടെ നിന്ന് പഠനമൊക്കെ ഏറെക്കുറെ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തെന്നല്ലാതെ എല്ലാ കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ചെയ്തു പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പയ്യെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ കൂട്ടുകെട്ടൊക്കെ എനിക്കായി. അപ്പൊ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ സ്വഭാവത്തിന് മാറ്റം വന്ന് പിന്നെ മുതിർന്നവരിൽ കാണുന്നതിനേക്കാൾ അപ്പുറമായ സ്വഭാവത്തിന് അടിമയായി ഞാൻ മാറി. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മദ്യത്തിന് അടിമയായി തീർന്നു. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ ആർക്കും അറിയത്തില്ല. ഞാൻ പലപ്പോഴും രാത്രി വരുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞിന് വാങ്ങിക്കുന്ന ഹോമിയോ മരുന്ന് അവിടെ ഇരും.
അപ്പൊ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ചേട്ടന്റെ വൈഫ് ചോദിക്കടാ ബിനോയ് നീ കുടിച്ചിട്ടുണ്ടോടാന്ന് ചോദിക്കും. ഇല്ല ഞാൻ കുടിച്ചതല്ല, കൊച്ചിന്റെ മരുന്നെടുത്ത് കുടിച്ചതെന്ന് പറയും. അപ്പൊ ഇതിന്റെ സ്മെല്ലാണ് മറ്റേ ഈ ഈ ബ്രാൻഡിക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഇല്ല ചേച്ചി എന്റെ മോൻ കാണുമ്പോൾ പറയാടാന്ന് പറയും. എങ്കിൽ പോലും ഞാൻ ഇങ്ങനെയൊക്കെ കൊച്ചിന് കൊടുക്കാതെ മാറ്റി വെച്ചിരുന്ന മരുന്നാണ്, കളയാതെ വെച്ചിരുന്ന മരുന്ന് ഞാനതെടുത്ത് രാത്രി വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഞാനത് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ അറിയാവുന്നവർക്കറിയാം, എങ്കിലും അവരും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ നാളെ നന്നാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടെ ഇരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തൊരു സാറാമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുണ്ട്. ഞാൻ കയറി വരുന്ന സമയത്ത് ഈ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് എന്നെ ഒത്തിരി ഉപദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അമ്മച്ചി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിടിച്ചിരുത്തി സുവിശേഷം പറയും, പിടിച്ചിരുത്തി എന്റെ തല കൈ വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കും എടാ കയ്യിൽ എന്നാ ഉള്ളത്, ബീഡി തീപ്പെട്ടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും, സിഗരറ്റ് ഉണ്ടോടാന്ന് ചോദിക്കും. ഞാൻ പറയും കള്ളം പറയുന്നൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയും ബീഡി ഉണ്ടെന്ന് പറയും, സിഗരറ്റ് ഉണ്ടെന്ന് പറയും. അതെല്ലാം അമ്മച്ചി വാങ്ങിച്ച് അടുപ്പിനകത്തിട്ട് ചുട്ടുകളയും. പിറ്റേ ദിവസം ഞാൻ പോകുമ്പോൾ വീണ്ടും ഞാൻ വാങ്ങിക്കും, ഞാൻ വലിക്കും. അതെന്റെ ഒരു ശീലമായിരുന്നു. പക്ഷെ ഇത് സംഭവിക്കുന്ന ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എന്റെ താല്പര്യത്തോടു കൂടെയല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇതൊന്നും ദൈവം അറിയാതെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്റെ കുരുത്തക്കേട് കൊണ്ട് ഒരിക്കല് എന്റെ അമ്മച്ചിയുടെ അമ്മ ഒരിക്കലും, ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാരെ കയറ്റുന്ന സ്വഭാവമില്ല. അപ്പൊ അന്ന് ഒരു ഉപദേശി വീട്ടിലേക്ക് എന്റെ അമ്മ വീട്ടിൽ വന്നു. അപ്പൊ വലിയമ്മച്ചി പറഞ്ഞു എന്റെ ഉപദേശി ഇവനെ കൊണ്ട് ഞങ്ങൾ മടുത്ത്, ഉപദേശി ഇവന്റെ തലക്കൊന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചു. അന്ന് ആ ഉപദേശി പറഞ്ഞൊരു വാക്യാണ് ഓർക്കുന്നത്, എന്റെ കർത്താവേ ഞാൻ നിന്റെ കരങ്ങളിലാണ് ഞാൻ ഇവനെ ഏൽപ്പിക്കുന്നത്. ഇവന്റെ സ്വഭാവത്തെ മാറ്റുവാനും ഇവൻ നല്ലൊരു പൈതലായി തീരുകയും ദൈവമേ നിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഈ കുഞ്ഞ് തീരേണ്ടതിനായിട്ട് ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ആ ദൈവദാസൻ അന്ന് പ്രാർത്ഥിച്ചു. ആ ദൈവദാസനെ ഇന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അന്ന് പ്രാർത്ഥിച്ച വാചകം 4 വയസ്സുണ്ടെങ്കിലും ഈ നല്ല ഓർമ്മയുണ്ട് ആ കാര്യം. കാരണം അത് ദൈവം എന്റെ മനസ്സിന്റെ അകത്തിട്ടിരിക്കുന്ന ഒരു ശബ്ദമാണത്. അന്ന് സംഭവിച്ചതൊക്കെയും ആ ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതൊന്നും ദൈവം അറിയാതെ സംഭവിച്ചതല്ല, അതൊക്കെ ഒരു ദൈവിക നിയോഗം തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ അത് സംഭവിച്ച് ഇന്ന് ഈ കാലത്ത് ഞാനൊരു ദൈവദാസനായി തന്നെ മാറുവാൻ കാരണമായി തീർന്നു. പക്ഷെ ദൈവജനം പറയുന്ന എന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാള് കഴിഞ്ഞ് അത് മടങ്ങി വരും. അപ്പം ദൈവജനം പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ദൈവദാസൻ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നും വൃഥാവാകുന്നില്ല. നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായ സ്പഷ്ടമായ കാര്യമാണ്. അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി, അതുപോലെ തന്നെ അനേക പോലീസ് കേസുകളിൽ ഞാൻ പ്രതിയാകേണ്ട സാഹചര്യം വന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിലേക്ക് വരും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് കേസുമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളാവും. സമയത്ത് അപ്പച്ചന് അത്യാവശ്യം പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് പോലീസ് എന്റെ ശരീരത്ത് ഉപദ്രവം ഏൽപ്പിക്കാതെ അപ്പച്ചൻ ഏതെങ്കിലും രൂപത്തിൽ എന്നെ ജാമ്യത്തിൽ ഇറക്കുകയും തല്ലുകൊള്ളാതെ എന്റെ പിതാവ് എന്നെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം എന്റെ പിതാവിനുണ്ട്. എന്ത് പറഞ്ഞാലും ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും പിന്നീട് ഞാൻ ചെയ്യുന്നത് തെറ്റായി പോകുന്നു എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിക്കുന്നില്ല. അങ്ങനെ സ്ഥിരം മനുഷ്യരിൽ നിന്നെല്ലാം കേൾക്കുന്നത്, കുടുംബക്കാരിൽ നിന്നൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയാണ്, കുടുംബത്തിനെ നാണം കെടുത്താൻ വേണ്ടി ജനിച്ച ഒരുത്തനാണ് എന്നുള്ള പേര്. ഇത് മാത്രമാണ് എപ്പോഴും കേൾക്കുന്നത്. ശപിക്കപ്പെട്ടവനാണ് എന്നുള്ള പേര് കേൾക്കുന്നത്. അത് മാത്രമല്ല ഞാൻ ജനിച്ചത് ഈ ക്രൈസ്തവരുടെ ഇടയിൽ നല്ല ശതമാനം ആൾക്കാർക്കും ഇല്ലാതെ ഇല്ല ഈ നാളിന്റെ കാര്യം. ഞാൻ പിന്നെ പുരാണം നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ട് ആണ് എന്റെ സ്വഭാവം ഇങ്ങനെയെന്ന് ആരോ പറഞ്ഞ്. അതുകൊണ്ട് എന്റെ അമ്മച്ചി എന്നെ എപ്പോഴും വിളിക്കും പൂരാടാന്നല്ലാതെ എന്നെ വിളിക്കത്തില്ല. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ ചിരിക്കത്തേ ഉള്ളു. അമ്മച്ചിയോട് അങ്ങനെ പിന്നെ തറുതലയായിട്ട് അമ്മച്ചിയോട് അപ്പച്ചോട് പറഞ്ഞിട്ടില്ല. എന്നെന്തേറെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും മിണ്ടത്തില്ല. അത് പ്രായപൂർത്തിയായി വിവാഹിതനായതിനു ശേഷം എന്നെ ഉപദ്രവിക്കുമ്പോഴും എന്റെ പിതാവിനോട് ഞാൻ മറുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്റെ ജീവിതത്തിലെ പിന്നത്തേതില് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അപ്പം ഈ പൂരാടൻ എന്ന് പറയുന്നത് കാരണം ഞാൻ ഈ പൂരാട നക്ഷത്രം ജനിച്ചത് കൊണ്ട് പൂരാടനാണ്, കുടുംബത്തിന് ശാപമാണ്, മാതാപിതാക്കൾക്ക് ശാപമാണ് എന്നെല്ലാം എന്റെ വീട്ടിലിങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോൾ അതെല്ലാം കേട്ട് എന്റെ ബാല്യകാലം കൊച്ചു പ്രായം മുതൽ കേൾക്കുന്ന ശാപവാക്കുകളാണ്. എന്തോ കാരണം കൊണ്ട് എന്റെ സ്വഭാവത്തിന് ഒരു വൈകല്യം സംഭവിച്ചു. പക്ഷെ ആ വൈകല്യത്തെ തിരിച്ചറിയാൻ എന്റെ മാതാപിതാക്കൾക്കോ മറ്റാർക്കും കഴിയാതെ പോയി. അവരെല്ലാം എന്റെ മേൽ ഓരോന്നിനു പുറകെ ഓരോന്നായിട്ട് ശാപങ്ങൾ പറയും. പൈശാചികമായിട്ടാണ്,
പിശാചിന്റെ ആത്മാവാണ് എന്നിൽ ഭരിക്കുന്നത്, അങ്ങനെയെല്ലാം പറഞ്ഞ് എപ്പോഴും എന്നെ പഴിക്കുകയും ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ആരാന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലൊക്കെ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തോടെ ഒരു കരുതലോടെ ആരും സംസാരിക്കുന്നില്ല. വന്നു കഴിഞ്ഞാൽ മിണ്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ആ ഒരു കാഴ്ചപ്പാടില്ല. കുടിയനായ പുത്രൻ എന്നാണ് ഏറ്റവും കൂടുതൽ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പച്ചന്റെ അമ്മയാണ് എന്നെ വിളിക്കുന്നത് ചെകുത്താന്റെ സന്തതി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ ചിരിക്കും, കാരണം ഞാൻ ചെകുത്താന്റെ സന്തതിയാണെങ്കിൽ എന്റെ അപ്പൻ ചെകുത്താനാണല്ലോ എന്നുള്ള വിചാരത്തോടെ ഞാൻ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്നത് ചെകുത്താന്റെ സന്തതി വന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നെ ചിരിക്കും. എന്നാണ് നീ ചിരിക്കുന്നത്? എന്റെ അപ്പം വലിയ ചെകുത്താനല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. അപ്പോഴും എന്റെ വല്യമ്മ എന്നെ പ്രാവുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ ചെറിയ തെറ്റുകളൊക്കെ ഏതെങ്കിലും അവരുടെ ആ വളർച്ചയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം. പക്ഷെ അവരെ നമ്മൾ അതുപോലെ മാനസികമായ നമ്മൾ ടോർച്ചർ ചെയ്യുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ ജീവിതം നശിച്ചു പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ആ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ അടുത്ത് ചേർത്ത് പിടിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർ ഉൾക്കൊള്ളുവാനും കഴിയണം. അല്ലെങ്കിൽ പിന്നീടൊരു കാലഘട്ടത്തിൽ അവരെ നാം തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ തിരുത്താൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും, അകന്നു പോകും എന്നുള്ള കാര്യം ഞാൻ അത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പല പോലീസ് കേസുകളും എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എൻ്റെ പിതാവ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകണം എന്നൊക്കെ എന്നോട് പറയും. പക്ഷെ എങ്കിലും എവിടെ പോയെന്ന് പറഞ്ഞാലും ഞാൻ വീട്ടിൽ വരും. പക്ഷെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും മരണത്തെ ഞാൻ മുഖാമുഖമായി കണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും മരണം വരെ എന്നെ വിട്ടു മാറി എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇരട്ടയിൽ തുളസിയുടെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അന്ന് പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ ആള് മരിച്ചു പോകുമെന്ന് പറയുന്നു, ഈ കൊച്ചു മരിച്ചു പോകുമെന്ന് പറയുന്നു. അപ്പം 2 മണിക്കൂർ ഡോക്ടർ പറഞ്ഞെങ്കിലും നേരം വെളുത്ത് ഒരു 5 മണി വരെ എനിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ അപ്പച്ചന്റെ ചേട്ടന് മോൻ KJ തങ്കച്ചൻ IPCയിൽ ശുശ്രൂഷയിലായിരുന്നു, ഇവിടെ നിലമ്പൂരടുത്ത്, ഇന്ന് ഖത്തർ സനയിൽ വിശ്രമിക്കുന്നു. ഇന്ന് അദ്ദേഹം സഭയിലെ ആക്റ്റീവ് മെമ്പറാണ്, അദ്ദേഹമാണ് കൂടെ നിൽക്കുന്നത്. അപ്പൊ എന്നെയായിട്ട് അദ്ദേഹം നേരെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എന്നെയായിട്ട് വന്നു. ചേച്ചിയെ ഡെലിവറിക്ക് വേണ്ടി ഇരട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 2 കൂടെ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട് ചേച്ചിനും കൂടെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്ത പാടെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, പ്രതീക്ഷിക്കൊന്നും വലിയ വകയില്ല, 4 മണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം, പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതേ കണ്ടീഷനിലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഡോക്ടർ ഇത് പറയുമ്പോൾ എനിക്ക് ബോധമില്ല. ഡോക്ടർ ഇത് പറഞ്ഞ് ഞാൻ മരിക്കുമെന്നുള്ള വാർത്ത കേട്ടോണ്ടാണ് എനിക്ക് ബോധം തെളിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇനി വലിയ ദീർഘദൂരമൊന്നുമില്ലെന്ന്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഡോക്ടർ വാർഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ എടാ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ രോഗിയുടെ അടുത്ത് വന്ന് സാമാന്യപ്പെട്ട ആരും ഇങ്ങനത്തെ വാക്ക് പറയാറില്ല. പക്ഷെ അതും ഒരു ദൈവഹിതമായിരിക്കണം. ചേട്ടൻ വന്ന് എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ ഡോക്ടർ പറയുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത കണ്ടീഷനിലാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ യേശുവിൽ വിശ്വസിക്കും, കർത്താവിന് കഴിയാത്തൊരു കാര്യമില്ല, നീ പൂർണ്ണ മനസ്സോടെ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ എങ്ങനെ സമർപ്പിക്കാനാണ്, എങ്ങനെ വിശ്വസിക്കാനാണ് എന്ന് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാം. പക്ഷെ മരണത്തെക്കുറിച്ചുള്ളൊരു ഭയം എൻ്റെ ഉള്ളിലില്ല. കാരണം അതും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മരിക്കുന്നു, ആൾ ഇവിടുന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത്രയും എനിക്ക് മനസ്സിലായി, ഞാൻ മരിക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായി. ആ സമയത്ത് ഞാൻ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഞാൻ മരണപ്പെടുമെന്നുള്ളത് ഉറപ്പായി. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങേക്ക് കഴിയുമെങ്കിൽ എൻ്റെ ആയുസ്സിനെ മടക്കി തരിക. അങ്ങേക്ക് കഴിയുമെങ്കിൽ എൻ്റെ പ്രാണനെ തിരിച്ച് കർത്താവ് എനിക്ക് തന്നാൽ, എന്നെ ജീവനോടെ എന്നെ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എന്നിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണോ
അത് ഞാൻ എൻ്റെ കർത്താവിന് തരുമെന്ന് പറഞ്ഞു. ആ കൊച്ചു മനസ്സിലുണ്ടായ ഒരു ആ ജീവിക്കാനുള്ള ഒരു വ്യഗ്രതയോട് കൂടിയുള്ള വാക്കാണ് സത്യത്തിൽ അത്. ഭയമില്ലെന്ന് എല്ലാവരും പറയും മരണത്തെ, പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞ വാക്ക് അതാണ്. എന്നെ ജീവിപ്പിച്ചാൽ, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതിരുന്നാല്, കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുക മാത്രമല്ല, എന്നിൽ ഏറ്റവും വിലയുള്ളത് എന്താണോ അത് ഞാൻ നിനക്ക് തരും. ഞാൻ പറഞ്ഞ എൻ്റെ അവസാനത്തെ ഇടുപ്പ് വരെയും കർത്താവ് നിനക്ക് വേണ്ടി ഞാൻ ജീവിതം നയിക്കുമെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുന്നത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. പാസ്റ്റേഴ്സിനെ അറിയാം, മിഷണറിമാരെ കുറിച്ച് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. സഭയിലൊക്കെ ശക്തന്മാരായ പ്രവാചകന്മാർ വരാറുണ്ട്, അവരുടെ ശുശ്രൂഷകളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ വയ്യാത്തൊരു കാര്യമല്ല, അറിയാം. അപ്പൊ അതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ വിടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെന്നാണ് ഞാൻ ആ പറഞ്ഞ വാക്കിന്റെ ഉള്ളിലെ രക്തചുരുക്കം അതായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞു പറഞ്ഞാലും അറിയാതെ പറഞ്ഞാലും കർത്താവ് അത് സീൽ ചെയ്തു എന്നുള്ള പരമാർത്ഥമായ കാര്യം. പക്ഷെ പിന്നീടാണ് അപ്പൊ എന്നെ കാണാൻ വേണ്ടി വരുന്നവരോടൊക്കെ ഞാൻ പറയും, ഈ ആഴ്ചയും കഴിഞ്ഞ് അടുത്ത ആഴ്ചയും കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ച ഡിസ്ചാർജ് ആയിട്ട് ഞാൻ വീട്ടിൽ വരും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഡോക്ടർ പറഞ്ഞതാണ് 4 മണിക്കൂറിനുള്ളിൽ മരിക്കും, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, മൂന്നാമത്തെ ആഴ്ച കൃപയാൽ ഡിസ്ചാർജ് ആയി തിരിച്ച് ഞാൻ വീട്ടിലെത്തി. കുറച്ച് നാളെ കഴിഞ്ഞ് പിന്നെ അപ്പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ അടുത്ത ചർച്ചിന്റെ അടുത്തൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാം എൻ്റെ അവസ്ഥകൾ, എല്ലാവർക്കും അറിയാമായിരുന്നു. അവരൊക്കെ പറയും, മോനെ നീ ഇങ്ങനെ ജീവിക്കരുത്, കർത്താവ് നിന്നെ വിടിവിച്ചത്, മരുന്നിനോ ഡോക്ടർമാർക്കോ കഴിയാതിരുന്നത് ദൈവമാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തെന്നുള്ള കാര്യം മറന്നുപോകുക. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരിക്കല് ഞങ്ങളുടെ ചർച്ചിലേക്ക് കയറി വരുന്നതിന്റെ ഇവിടെ ചെറിയൊരു ഇടവഴിയാണ്. അപ്പൊ അതിലെ കൂടെ കയറി വരുമ്പോഴത്തേക്ക് ഭയങ്കര മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ കയറി ഞാൻ ഇരിക്കുക. അപ്പം മഴയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു സിഗരറ്റ് ഒക്കെ എടുത്ത് ആ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ വലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മാമയിലെ കൂടെ കയറി വരുന്നത്. എന്നെ കണ്ടപാടെ സിഗരറ്റ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട്, അപ്പോഴത്തേക്ക് എന്റെ വായിക്കകത്തും മൂക്കിനകത്തുനിന്നൊക്കെ പുക പൊങ്ങാൻ തുടങ്ങി. അപ്പൊ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഞാൻ സിഗരറ്റ് എണ്ണ വലിച്ചോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്ത് ചാടി അകത്ത് കയറിയിട്ട് ചോദിച്ചു, എടാ നീ എന്താടാ ഈ കാണിക്കുന്നത്, നിനക്ക് സുബോധം ഉണ്ടോ, നിന്നെ ദൈവമല്ലേ വിടിവിച്ച്, നിനക്ക് ഇതൊക്കെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, കാരണം വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ തീരുമാനം ദൈവത്തോടാണ് പറഞ്ഞത്, കേവലം മനുഷ്യനോടല്ല. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞത് ദൈവം അംഗീകരിച്ചു. പക്ഷെ എനിക്ക് അതും പ്രകാരം ജീവിപ്പാൻ എനിക്ക് കഴിയാതെ പോയി. വീണ്ടും എൻ്റെ യാത്രയെല്ലാം അതേ രീതിയിലായി, എൻ്റെ ബന്ധങ്ങൾ അങ്ങനെയായി, എൻ്റെ കൊടുക്കൽ വാങ്ങലും അതേ രീതിയിലായി. ആർക്കും പിന്നെ എന്നെ അങ്ങോട്ട് മെരുക്കിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമായി. അപ്പൊ എനിക്കൊരു 15 വയസ്സുള്ള സമയത്താണ് എൻ്റെ പിതാവിന്റെ കൂടെ പഠിച്ച ഒരു പോലീസുകാരുണ്ട്, അദ്ദേഹത്തിനോട് ജോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞ്, ജോസ് ഞാൻ ഇവനെ കൊണ്ട് ഞാൻ മടുത്ത്, ഇവനെ ഈ ദുർഗണ പരിഹാരശാലയിൽ ഞാൻ ഇവനെ കൊണ്ടാക്കാൻ ആഗ്രഹിക്കാനുള്ള പേപ്പറുകളൊക്കെ ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞു. എന്നാ ജോസിയേട്ടൻ പറഞ്ഞ്, എൻ്റെ അപ്പച്ചൻ ഇനിഷ്യൽ PT എന്നാണ്, എടാ PT നീ ഇവനെ ദുർഗണ പരിഹാരശാലയെ കൊണ്ടാക്കി കഴിഞ്ഞാല് ഇവൻ നല്ലവനായിട്ട് പുറത്തു വരുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ഇവൻ പക്ക ക്രിമിനലായിട്ട് പുറത്തു വരത്തുള്ളു. അതുകൊണ്ട് നീ ഇവനെ അവന്റെ വഴിക്ക് വിടുക, ഇന്നല്ലെങ്കിൽ അവൻ നാളെ നന്നാകും എന്ന് ജോസിയേട്ടൻ അന്ന് പറഞ്ഞു. പക്ഷെ ഒരു സാധാരണ ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്കതാണ്. പക്ഷെ അതുപോലും ചിന്തിക്കാൻ പലപ്പോഴും ആർക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്കാണ്, പിന്നെ ദുർഗണ പരിഹാരശാലയിൽ ആക്കരുത്, ആക്കി കഴിഞ്ഞാൽ അവൻ നശിച്ചു പോകത്തേ ഉള്ളു. പക്ഷെ ആ മനുഷ്യനുണ്ടായ ബുദ്ധി പോലും സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകുന്നില്ല. പക്ഷെ എങ്കിലും എൻ്റെ പിതാവ് അതിൽ നിന്ന് പിന്മാറി. പക്ഷെ അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ചേർന്ന് ഒരു ദിവസം എൻ്റെ പിതാവുമായിട്ട് ഒന്നിച്ചിരുന്ന് അവര് സംസാരിക്കുന്ന കൂട്ടത്തിൽ പരസ്പരം ഇവര് അവരുടെ മക്കളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ എല്ലാവരും അവരുടെ മക്കളെ കുറിച്ച് പറഞ്ഞു. അവർ ഓരോരുത്തരും ആയിരിക്കുന്ന പൊസിഷനെ കുറിച്ച് പറഞ്ഞു. ഈ ജോസിയേട്ടന്റെ മോള് ഷേർലി, അവൾ അഡ്വക്കേറ്റ് ആണ്, അവളുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയെല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു, എടാ PT നിന്റെ ചെറുക്കൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, എടാ അവൻ ഇവിടെ കേരളത്തിലെങ്ങും പാവി ഇല്ലാത്തത് കൊണ്ട് വടക്കേന്റെ എല്ലാം പോയുള്ള പാവികളെല്ലാം കണ്ടുപിടിച്ച് സ്വർഗത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പച്ചൻ അത് വലിയ വിഷമമായിപ്പോയി ആ ചോദ്യം. പക്ഷേ അന്നും ഈ ജോസിയേട്ടൻ ആ കൂടെയുണ്ട്. ജോസിയേട്ടനും മറ്റുള്ളവരും പറഞ്ഞ്, എടാ PT നീ അങ്ങനെ പറയരുത്,
ഇന്നലെ ആ ചെറുക്കനെ കൊണ്ട് നീ കരഞ്ഞതല്ലേ, ഇന്ന് അവനെ കൊണ്ട് എന്ത് ശല്യം നിനക്കുള്ളത്? നാട്ടുകാർക്ക് ശല്യമുണ്ടോ? പോലീസുകാർക്ക് ശല്യമുണ്ടോ? വീട്ടുകാർക്ക് ശല്യമുണ്ടോ? എടാ, അവൻ അവന്റെ കാര്യം നോക്കുകയല്ലേ ചെയ്യുന്നത്. അവൻ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നത്. അതൊക്കെയാലും കള്ളത്തരം കാണിക്കുന്നില്ല, തോന്നിവാസം കാണിക്കുന്നില്ല, തോന്നിവാസം ജീവിക്കുന്നില്ലോ. അതിലെങ്കിലും നീ സമാധാനിക്കട എന്ന് പറഞ്ഞ് എന്റെ പിതാവിനെ അവരൊന്ന് തിരുത്തി. അതിനുശേഷം എന്റെ പിതാവ് പിന്നീട് എന്നോട് അങ്ങനെ മറുതിരിച്ചൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് എപ്പോഴും എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പലപ്പോഴും ഞാൻ പല കുഞ്ഞുങ്ങളോട് ഞാൻ ഉപദേശം പറയുമ്പോഴത്തേക്ക് ഞാൻ മറ്റാരെയും ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാറില്ല. ഞാൻ എന്നെ തന്നെ ഉദാഹരണമാക്കി ഞാൻ പറയാറുണ്ട്. അതിന്റെ കാരണം, എന്റെ പിതാവ് എന്നെ അതിക്രൂരമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അടിച്ചിട്ട് ചെവിക്കകത്തുനിന്നൊക്കെ ബ്ലഡ് വന്നിട്ടുണ്ട്. എന്റെ കാലിന്റെ മുട്ടിന് കയറി നിന്നിട്ട് ചവിട്ടി വളച്ചിട്ട് ജോയിന്റ് ഇളയിട്ടുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും എന്റെ പിതാവിനോട് ആ മാതൃകയിൽ ഞാൻ പെരുമാറിയിട്ടില്ല. എന്റെ ഇളയ കുഞ്ഞിന് 20 വയസ്സുണ്ട്. അവൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അവളെ 7 മാസം പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ പിതാവ് എന്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ചേർത്ത് ഇങ്ങനെ ഉയർത്തി പിടിച്ച്, മദ്യപിച്ച് നിൽക്കുന്ന പിതാവാണ് ഞാൻ, മദ്യപിക്കുന്ന മനുഷ്യനല്ല. ഞാൻ വിശ്വാസി വന്നതിന് ശേഷം ഞാൻ സുവിശേഷകനായിരിക്കുന്ന സമയമാണ്. എന്റെ കൈ കൊണ്ട് ഞാനൊന്ന് തള്ളി കഴിഞ്ഞാൽ എന്റെ പിതാവ് തെറിച്ച് താഴെ പോകും. പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്റെ പിതാവിന്റെ നേരെ കൈ ഉയർത്തുകയോ അരുതെന്നൊരു വാക്ക് പറയുകയോ ഞാൻ ചെയ്തില്ല. എന്റെ പിതാവിന്റെ തൊണ്ടയ്ക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പോഴും അപ്പച്ചന്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ നിന്നു. എന്റെ വൈഫ് അപ്പച്ച അങ്ങനെ പിടിക്കത് ചത്തുപോകുമെന്ന് പറഞ്ഞ് പിതാവിന്റെ കയ്യിൽ നിന്ന്, എന്റെ വൈഫാണ് 7 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന എന്റെ വൈഫാണ് എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് എന്നെ മാറ്റിയെടുക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ എന്നോട് ചെയ്തെങ്കിലും ആ പിതാവ് പിന്നീട് ഒരു സമയത്ത് ആ പിതാവ് പറഞ്ഞു, എനിക്ക് അഹങ്കാരത്തോടോ അഭിമാനത്തോടോ ധാർഷ്ട്യത്തോടോ എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാവർക്കും ആ മക്കളുണ്ട്, പക്ഷെ എന്റെ മകനെ സംബന്ധിച്ച് ഇന്ന് വരെയും എന്റെ നേരെ വിരൽ ചൂണ്ടി എന്ന് വർത്താനം പറഞ്ഞിട്ടില്ലെന്ന് എന്റെ പിതാവ് മറ്റു വ്യക്തികളോട്, മറ്റുള്ള എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ വീട്ടിലിരുന്ന് മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ മകനെ കുറിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ മകനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ ഈ കഥ പറഞ്ഞു. ആ കാര്യം ഞാൻ എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ കേട്ട്, എടാ എന്നു പറഞ്ഞാലും നിന്റെ അപ്പച്ചന്റെ വായിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് തൃപ്തിയായടാ കുഞ്ഞെന്ന് എന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ ഭാര്യ ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്താണ് ചേച്ചിയമ്മ എന്നോട് ഈ വാക്ക് പറയുന്നത്. അപ്പൊ അത്രയൊക്കെ ജീവിതത്തില് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അനുഭവിച്ചതിനേക്കാൾ കഷ്ടത ഞാൻ അന്ന് എന്റെ ജീവിതത്തിന്റെ തോന്നിവാസ ജീവിതം കൊണ്ട് സംഭവിച്ചത്. ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം മോശമെന്ന് പറഞ്ഞതിന് തള്ളിക്കളഞ്ഞവര് ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ആരും സ്നേഹിക്കാനില്ല. അന്ന് ബന്ധുക്കോസ് ചേർന്ന് പറഞ്ഞ ആ രീതിയിൽ എന്നെ മുദ്രകുത്തി എന്നെ വെറുക്കാനും ത്യജിക്കാനും തയ്യാറായി. പലപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത തരാത്ത അനുഭവമാണ്. പള്ളിയിൽ നിന്നാണെങ്കിൽ വീട്ടിൽ വന്ന് അച്ഛന്മാര് പറയും, നമ്മുടെ പള്ളിയിലെ സുവിശേഷ വേലയ്ക്ക് അവസരമില്ലാത്തത് കൊണ്ടാണോ അവനെ ഇങ്ങനെ നിങ്ങൾ കയറഴിച്ചു വിട്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും വീട്ടിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീമാരും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും എന്റെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും വന്ന മാറ്റങ്ങളാണ് എന്റെ വീട്ടുകാർക്ക് പറയാനുള്ളത്. പലപ്പോഴും ആദ്യമൊക്കെ അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. എപ്പോഴാണ് പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ പറയും, ബിനോയ് കൊണ്ട് നടക്കുന്ന ബൈബിളിനകത്ത് ബോംബാണോ മലപ്പുറം കത്തിയാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു. കാരണം ഇന്നലത്തെ സ്വഭാവം അതായിരുന്നു. അതുകൊണ്ട് ബൈബിളിനകത്ത് സിബിട്ട് കഴിയുമ്പോഴത്തേക്ക് ബൈബിളിനകത്തിരിക്കുന്ന ബോംബാണോ വെച്ചിരിക്കുന്നത് മലപ്പുറം കത്തിയാണോ വെച്ചിരിക്കുന്നത് ആർക്കും അറിയത്തില്ല. അപ്പൊ സ്വഭാവം ഇന്നലെ അതായിരുന്നു. അതുകൊണ്ട് പറയുന്നത് അവനെ വിശ്വസിക്കാൻ സമയമെടുക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി ഒരിക്കല് അത് തിരുത്തി ബിനോയുടെ സ്വഭാവം എന്താണെന്ന് ആ മനുഷ്യൻ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ അത് തിരുത്തി പറയാനുള്ള അവസരം എന്റെ ജീവിതത്തിൽ ദൈവം തന്നുള്ളതാണ്. എന്റെ ഈ യാത്രയിൽ തന്നെ ഈ ചെറുപ്പം മുതൽ എനിക്ക് കൂടെ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ നിമിത്തം ഒത്തിരി നേർച്ച വഴിപാടുകൾ എന്റെ മാതാവ് ചെയ്തിട്ടുണ്ട്. എന്റെ രോഗത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടാകാൻ ഒരു കൊച്ചു പ്രായം മുതൽ ഈ രോഗം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പലപ്പോഴും മരണത്തെ മുഖാമുഖമായി കണ്ട സാഹചര്യങ്ങളായിരുന്ന സമയത്തൊക്കെയും എന്റെ ഇളയത് 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു. 2 പേര് മരണപ്പെട്ടു. അപ്പൊ എനിക്ക് ഉണ്ടായ രോഗത്തിൽ നിന്ന് ഒരു പരിപൂർണമായ ഒരു വിടുതൽ എന്റെ മാതാവും എന്റെ അമ്മച്ചിയുടെ അമ്മ വീട്ടുകാരൊക്കെ ഒത്തിരി ആഗ്രഹിച്ച് ഒരനേക പള്ളികളിലൊക്കെ കൊണ്ടുപോയി നേർച്ച നേർന്ന് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെന്നെ കൊണ്ടുപോകുമായിരുന്നു.
ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, 121 വീട് ഇങ്ങനെ തെണ്ടിയിട്ട് ആ തെണ്ടി കിട്ടുന്ന പൈസ അത് വേറെ ആ സമയത്ത് 5-ന്റെയും 10-ന്റെയും പൈസയൊക്കെ ഉപയോഗിക്കുന്ന സമയമാണ്. അപ്പൊ ആ കിട്ടുന്ന പൈസയെല്ലാം ചില്ലറയാക്കി 5 പൈസയും 3 പൈസയും 10 പൈസയും 20 പൈസ ആക്കി സഞ്ചിക്കകത്ത് നിറച്ചിട്ട് മലയാറ്റൂർ പള്ളിയിൽ പോയിട്ട് ഏറ്റവും മേളിൽ കയറിയിട്ട് അവിടുന്ന് താഴത്തേക്ക് നടന്നിറങ്ങി വരുമ്പോഴത്തേക്ക് 2 സൈഡിലും ഇരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഞാൻ ഭിക്ഷ എടുത്ത പൈസ ഭിക്ഷക്കാർക്ക് കൊടുത്ത് എന്റെ അസുഖം മാറാൻ വേണ്ടി എന്റെ മാതാപിതാ എന്റെ കുടുംബക്കാരെ ഒരു ഭിക്ഷക്കാരനാക്കി ഭിക്ഷക്കാരെ പോഷിപ്പിച്ചു എന്നുള്ള അല്ലാതെ എന്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ല. എന്റെ രോഗത്തിന് സൗഖ്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്റെ യേശുവിന്റെ കരം എന്റെ മേൽ വന്നു, അന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി തീർന്നു. ഞാൻ ഈ കാൺപൂർ വരുന്ന സമയത്ത് എന്റെ കയ്യിൽ ആ സമയത്ത് ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. 25 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 35 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 45 കിലോമീറ്റർ വരെയും എന്റെ വൈഫിനെ പുറയിൽ വെച്ച് ഞാൻ സൈക്കിൾ ചവിട്ടും. അങ്ങോട്ട് ചവിട്ടുമ്പോഴത്തേന് കാറ്റ് ഇങ്ങോട്ട് അടിക്കും. അപ്പോഴത്തേക്ക് 1 ഇഞ്ച് സൈക്കിൾ മുന്നോട്ട് പോകുന്ന വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സൈക്കിൾ ചവിട്ടിയാണ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രമാത്രം രോഗത്തോട് ഇതുപോലെ എന്റെ ശരീരം രോഗം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ ആ മനുഷ്യനെയാണ് ദൈവം സൗഖ്യമാക്കിയിട്ട് ഇന്ന് അനേക ഗ്രാമങ്ങളിൽ സൈക്കിൾ ചവിട്ടി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഉപയോഗിച്ചത്. കാരണം ദൈവം ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നുവെങ്കിൽ ആ സൗഖ്യം നിലനിൽക്കുന്ന സൗഖ്യമാണ്. ദൈവം ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നെങ്കിൽ ആ മനുഷ്യൻ നിശ്ചയമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. എൻ്റെ അമ്മച്ചിയുടെ ആംഗ്ലയുടെ മകൻ ഒരിക്കല് എന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ മുരിങ്ങൂരിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കി. അപ്പൊ അവിടെ മദ്യപാനികൾ വരുമ്പോഴത്തേക്ക് അവർ ചെറിയ ബാഗിനകത്താക്കി അവര് സാധനമായിട്ടാണ് വരുന്നത്. അപ്പൊ മദ്യപാനിയെ കണ്ടാൽ അറിയാം. അപ്പോഴത്തേക്ക് അവർ എന്നോട് ചോദിച്ച്, എങ്ങനെയാ മോനെ 2 അടിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുടിയനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. എന്നാൽ ലാസ്റ്റ് അവിടുന്ന് തമ്മിൽ തല്ലി അവിടുന്ന് പുറത്തിയാടി നമ്മൾ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നാക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നെങ്കിലും അവിടെ ആർക്കും ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിഞ്ഞില്ല. അത് മയക്കുമരുന്ന് ഏതെല്ലാം കയ്യിൽ കിട്ടും അതെല്ലാം ഉപയോഗിക്കുമായിരുന്നു. ഇഞ്ചക്ട് ചെയ്യുന്നവർ അത് ചെയ്യുമായിരുന്നു ശരീരത്തേക്ക്. അതുപോലെ എല്ലാ രീതിയിലുള്ള മയക്കുമരുന്നും ശരീരത്തെ ഉപയോഗിച്ച് ഒരു വല്ലാത്തൊരു ജീവിത രീതി നയിക്കുന്ന സമയത്താണ് എന്നെ ഡിവൈനിൽ കൊണ്ട് ആക്കുന്നത്. ഡിവൈനിൽ കൊണ്ടാക്കിയിട്ട് അവിടുത്തെ അച്ഛൻ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം അച്ഛൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇദ്ദേഹത്തിന് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷനെ കൊടുത്ത് അദ്ദേഹം കിടന്ന് വിശ്രമിക്കട്ടെ, അപ്പൊ അദ്ദേഹം മെന്റലിൽ ഒരു നല്ല ഇതായി വരും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ചില ദിവസം 4-5 ദിവസം എനിക്ക് ഉറങ്ങാനുള്ള മെഡിസിൻ തന്ന് എന്നെ ഡോക്ടർ അവിടെ ഉറക്കി. അതിനുശേഷം അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ പുറത്തു വന്നെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. ഞാൻ എപ്പോഴും ഈ യാത്രയിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അറിയാതെ എന്നെ പിന്തുടരുന്ന ഒരു കരം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. കാരണം ഒരിക്കല് ഇരിട്ടിപ്പുഴയുടെ മേൽവശം, വള്ളിത്തോടില് മേൽവശം ഈ മലവെള്ളം വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും ചില ദിവസവും ഞങ്ങളെ കുളിക്കാൻ കൊണ്ടുപോകും. അപ്പം ഇവിടുന്ന് ഇക്കരയിൽ അക്കരയിലേക്ക് നീന്തി തിരിച്ചിക്കരയിലേക്ക് നീന്തും. ഞങ്ങളൊരു 6-7 പിള്ളേരുണ്ട് അങ്ങനെ നീന്തുന്ന പിള്ളേര്. അങ്ങനെ നീന്തി വരുന്ന എല്ലാ പിള്ളേരും ഇക്കര കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് ഇക്കരയിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് വെള്ളത്തിന്റെ കളർ മാറി, വെള്ളം ശക്തമായിട്ട് കുത്തി ഒഴിച്ചു വരാൻ തുടങ്ങി. ഈ സമയത്ത് എന്നെ എടുത്തുകൊണ്ട് വെള്ളം പോയി. മലവെള്ളപ്പാച്ചിലിന് ഞാൻ ഒഴുകിപ്പോയി. പക്ഷെ ഞാൻ ഈ ആറ്റുവഞ്ചിയൊക്കെ കയറി പിടിച്ച്, ആറ്റുവഞ്ചിയൊന്നും പെട്ടെന്ന് ചൂട് പറയുന്നതല്ല, പക്ഷെ ആറ്റുവഞ്ചിയെ പിടിച്ചിട്ട് ആറ്റുവഞ്ചി പൊട്ടി പോകുന്ന എന്നെ വലിച്ചുകൊണ്ട് വെള്ളം പോവുകയാണ്. അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി ഞാൻ മരിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷെ നോക്കി നിൽക്കുന്നവർ, ഞങ്ങളുടെ വാർഡനും മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം നോക്കി നിൽക്കുമ്പോഴും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി. ഈ വെള്ളം എന്നെ സൈഡിലേക്ക്, ഈ തിരമാല വരുമ്പോൾ തന്നെ വെള്ളം മറിച്ച് എന്നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ വീണ്ടും കരയ്ക്കാൻ വന്നു. ഒന്നാമത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ 5 പ്രാവശ്യം തന്നെ വെള്ളത്തിൽ വീണ് മരണപ്പെടേണ്ട സാഹചര്യം എന്റെ ജീവിതത്തിലുണ്ട് 5 പ്രാവശ്യം. പക്ഷെ ആ സാഹചര്യത്തിലൊക്കെയും ദൈവത്തിന്റെ കരം എന്നെ താങ്ങി ദൈവം എന്നെ മരണകരമായ അവസ്ഥയിൽ ദൈവം എന്നെ വിടുവിച്ചു. ഇത് കൂടാതെ തന്നെ 5 പ്രാവശ്യത്തോളം 5 പ്രാവശ്യം ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു. ഈ 5 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും മരണത്തിന് എന്നെ വേണ്ടാത്ത അവസ്ഥയായി. ലാസ്റ്റ് പ്രശ്നങ്ങൾ രൂക്ഷമായി കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ പോക്കറ്റിനകത്ത് ഞാൻ ഒരു ചെറിയൊരു ട്യൂബിനകത്ത് ഈ സൈനൈഡ് ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങി. ഈ സൈനൈഡ് ഞാൻ സൂക്ഷിച്ചിട്ട്
എൻ്റെ പോക്കറ്റിൽ എൻ്റെ എൻ്റെ പേഴ്സിനകത്തൊരു പേപ്പറിൽ ഞാൻ ഇപ്രകാരം ലെറ്റർ ഞാൻ കുറിച്ചിട്ടു. എൻ്റെ മരണത്തിന് ഉത്തരവാദി മറ്റാരും ആയിരിക്കില്ല, എൻ്റെ മരണത്തിന്റെ ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒപ്പും ഞാൻ അതിനകത്തിട്ട് ഞാൻ ആ ലെറ്ററുമായിട്ടാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഏത് സമയത്തും എൻ്റെ ജീവിതം എനിക്ക് ഭാരമെന്ന് എപ്പോൾ തോന്നുന്നോ അപ്പോൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ആ താല്പര്യത്തോടു കൂടിയായിരുന്നു എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ പിതാവ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ വളരെ സ്നേഹത്തോടെ എന്നെ വിളിച്ചത് മോനെന്ന് തന്നെ എന്നെ വിളിക്കുക. എൻ്റെ അപ്പച്ചൻ വിളിക്കുമ്പോഴത്തേക്ക് എന്നെ കൊച്ചെന്നോ അല്ലെങ്കിൽ മോനെന്നെ വിളിക്കാറുള്ളൂ. മോനെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്നാമത്തെ വിളിക്ക് തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എന്താ അപ്പച്ചാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, മോനെ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം, അപ്പച്ചൻ പറയാൻ പറഞ്ഞു. മറ്റൊന്നുമല്ല മോനെ, ഞാൻ നിനക്ക് കയറ് വാങ്ങിച്ചു തരാം, തൂങ്ങിച്ചത്ത് തരാമോ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും വേണ്ടി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉത്സാഹത്തോടെ പറഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് കേൾക്കുന്നത് ആത്മഹത്യ ചെയ്യുന്ന കാര്യമാണ്, തൂങ്ങിച്ചാകുന്ന കാര്യമാണ്. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. തിരിച്ച് മറുപടി ആയിട്ടും എല്ലാം കൂടെ അപ്പച്ചൻ തന്നെ വീണ്ടും പറയുക, എനിക്കറിയാം തൂങ്ങിച്ചാകുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ വിഷം മേടിച്ചു തരാം, നീ വിഷം കഴിച്ചെങ്കിലും നീ ചാകണം, ചത്തേ മതിയാകും, കാരണം അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ചാകേണ്ടി വരും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. നീ ഇല്ലാതെയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും, നീ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് നീ മരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്നെൻ്റെ പിതാവ് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എത്രത്തോളം മാതാപിതാക്കളുടെ സ്നേഹമുണ്ടെന്ന്. പക്ഷെ ദൈവജനം പറയുന്ന എത്രയോ സത്യമാണ്. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും ദൈവം മറക്കത്തില്ല, കർത്താവ് മറക്കത്തില്ല. പിതാവിന്റെ സ്നേഹം ഇത്രയുള്ളത് എനിക്ക് മനസ്സിലായി, മാതാവിന്റെ സ്നേഹം ഇത്രയുള്ളത് മനസ്സിലായി, കൂടെ പ്രഭുങ്ങളുടെ സ്നേഹം ഇത്ര മാത്രമേ ഉള്ളത് എനിക്ക് അന്നും മനസ്സിലായി. കാരണം സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും കരുതുവാനും കഴിയുന്ന ഒരുവനുണ്ട്, അത് ജീവിക്കുന്ന ദൈവം മാത്രമാണ്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും എന്നാൽ ഒന്ന് പഴയ ആ അനുഭവം, സൺഡേ സ്കൂളിൽ പോയ ഒരു കാര്യമോ ചർച്ചിൽ പോയ കാര്യമോ ഇതൊന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും സാധാരണ ഒരു മനുഷ്യന്റെ കാല് തട്ടിക്കഴിഞ്ഞാലെങ്കിലും ദൈവമേ എന്ന് വിളിക്കും. ഞാൻ അതുപോലും പറയാറില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എടാ നീ എന്താടാ എന്ത് പറഞ്ഞാലും ദൈവമേ എന്നൊരു വാക്ക് നീ വിളിക്കാറില്ല, പറയാറില്ല, നിന്റെ വായിൽ നിന്ന് കേൾക്കാറില്ല, അതെന്താടാ നീ ചിരിക്കും എന്നാലും. പക്ഷെ ഞാനത് പറയുന്നെങ്കിലും എന്നെ പിന്തുടരുന്ന ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം അതെന്താണെന്ന് ഏറെക്കുറെ എനിക്കറിയാം, എങ്കിലും അതിനോട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ, അതിനെ അങ്ങ് ഉൾക്കൊണ്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അതുപോലെ ലോകപരമായ കാര്യത്തിലും അതുപോലെ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമത്തത്തിൽ അങ്ങ് ആയി എനിക്ക് എന്നെ തന്നെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ കഴിയാത്ത, എനിക്ക് സ്വതന്ത്രനാകുവാൻ കഴിയാത്ത ഒരു ചങ്ങല കൊണ്ടൊരു മനുഷ്യനെ ബന്ധിച്ചു കഴിഞ്ഞാൽ എപ്രകാരം ആ ശരീരം ബന്ധനത്തിലായിത്തീരുമോ അതിനേക്കാൾ അപ്പുറമായി ഞാൻ അതിനൊക്കെയും അഡിക്റ്റായി മാറി. എനിക്ക് മനസ്സിലായി എനിക്കൊരു മോചനമില്ല. എനിക്കൊന്നറിയാം, എനിക്ക് മോചനമുണ്ടെങ്കിൽ അത് മരണം കൊണ്ട് തന്നെ ആയിരിക്കും എന്റെ മോചനമെന്ന് ഞാൻ തന്നെ അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലായിക്ക് കിഴക്ക് വശം നമ്മുടെ ഈരാറ്റുപേട്ടയൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുന്നൊരു സ്ഥലമുണ്ട്, പൂഞ്ഞാറിനടുത്തായിട്ട്. അവിടെയുള്ളൊരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നടക്കുന്ന സമയത്താണ് അവരുടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു കാര്യം ക്രമീകരിക്കാൻ വേണ്ടി ആ വീട്ടുകാരനോട് പറയുന്നത്. അങ്ങനെ അതിന് കൊട്ടേഷൻ കൊടുക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഒക്കെ ഞാൻ അതിന് സന്മനസ് കാണിച്ച ആ കുടുംബമായിട്ടുള്ള ബന്ധം നിമിത്തം ഞാൻ അതിന് തയ്യാറായി. പക്ഷെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തയ്യാറാക്കി അന്ന് വൈകിട്ടാണ് എന്നെ ഒരു കരം എന്നെ തൊടുവാനിടയായത്. എന്നോട് രാത്രി ചോദിച്ചു, മരണത്തിൽ നിന്ന് നിന്നെ ഞാൻ ജീവനിലേക്ക് കരം പിടിച്ചു കൊണ്ടുവന്നു, പക്ഷേ നിനക്കൊരു മറ്റൊരു മനുഷ്യന്റെ പ്രാണനെ എടുക്കാൻ നിനക്ക് എന്താണ് അധികാരം? അതിനേക്കാൾ അപ്പുറമായൊരു ചോദ്യമൊന്നും എന്നോട് ചോദിച്ചില്ല. പക്ഷേ ആ ചോദ്യത്തിന് മുൻപാകെ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം മാത്രം എന്റെ ഓർമ്മയിലേക്ക് വന്ന് 2 മണിക്കൂർ ആയുസ് പറഞ്ഞു കൊടുത്ത് ഞാൻ ജീവിക്കുക ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ബോധ്യമായി ദൈവം എന്നെ എത്രയോ സ്നേഹിക്കുന്നു. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞിട്ടും എന്നെ തള്ളിക്കളയാത്തൊരു സ്നേഹമുണ്ടെന്ന് അന്ന് രാത്രി ഞാൻ തിരിച്ചറിഞ്ഞു. പയ്യെ എന്റെ ജീവിതത്തില് ഞാൻ പല കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാകാൻ പല കാര്യങ്ങളും എല്ലാവരും അവരുടെ
പേര് ഒന്ന് ഫേമസ് ആകാൻ വേണ്ടി പലരും പറയാറുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒന്നും മീഡിയയിൽ പറയുന്നത് ഭൂഷണമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുകയാണ്. ഒരിക്കല് കടുത്തുരുത്തില് മറ്റൊരു പ്രശ്നം ഉണ്ടായ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പരിഹാരം വരാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന മനുഷ്യന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഞാനിതിനകത്ത് നിരപരാധിയാണ് എന്ന് പറഞ്ഞ്, എന്നിട്ട് പറഞ്ഞു, അന്ന് പറഞ്ഞു, ഇവിടെ പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്തിരിക്കുന്ന സർക്കിള് വായ കൊണ്ട് വർത്താനം പറയത്തില്ല, കൈ കൊണ്ടേ വർത്താനം പറയാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ഇന്ന് വരെയും ചോര കാണാൻ കുതിക്കുന്ന ഒരു സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പുറത്തിറക്കേണ്ട ഗതികേട് വരുത്തരുതെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു തീർന്നില്ല. അവര് ഫോൺ ചെയ്ത് എന്നെ തപ്പി പോലീസുകാർ 4 വഴിക്കും ഇറങ്ങാൻ തുടങ്ങി. രാത്രി വീട് പോലീസ് വളഞ്ഞു. 24 മണിക്കൂറിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ഓർഡറുമായി. അന്ന് ഞാൻ നാട് വിട്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്നും ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം എനിക്ക് നാട്ടിൽ നിൽക്കാൻ മേലാത്ത സ്ഥിതിയായി. ഞാൻ അന്ന് നാട് വിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഞാൻ വരുന്നത് മറ്റൊരു രൂപത്തിലായിട്ടാണ് തിരിച്ചു വരുന്നത്. ക്ഷമിക്കാൻ പഠിച്ചു, നാവ് കൊണ്ട് വർത്താനം പറയാൻ പഠിച്ചു, കൈകളുകൊണ്ടും കാലുകൊണ്ടും വർത്താനം പറയുന്ന ശീലം മാറ്റി മര്യാദയ്ക്ക് വർത്താനം പറയാം. മര്യാദ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്വയം ഒതുങ്ങുവാൻ, അംഗീകരിക്കുവാൻ തയ്യാറായി. ദൈവത്തെ അംഗീകരിക്കുവാൻ ഇടയായി തീർന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പിന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ബാക്കി ലോകം തരുന്ന ഏതൊരു സുഖമായിരുന്നാലും, അത് പണമായിരുന്നാലും, ഏത് വലിയ പ്രതാപമായിരുന്നാലും, ഇനി മയക്കുമരുന്നാണെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു സമയമുണ്ട്, അതിനൊക്കെ ഒരു പീരീഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് നമുക്ക് വിനയായി മാറും. ഞാൻ സഞ്ചരിച്ചത് പലതും എനിക്ക് പിന്നത്തേതിൽ അത് വിനയായി മാറുകയാണ് ചെയ്തത്. പക്ഷെ എന്ന് എൻ്റെ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അന്ന് എൻ്റെ ജീവിതത്തിൽ നാശകരമായ എൻ്റെ ജീവിതത്തെ ദൈവം ഒന്ന് പുതുക്കി പണിയുവാനിടയായി. ആർക്കും വേണ്ടാതെ കിടന്ന പുറംപറമ്പിൽ തള്ളപ്പെട്ടു പോയ എന്നെ കർത്താവ് ചേർത്ത് പിടിച്ചു. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരിക്കല് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഒരല്പ സാമ്പത്തികമായ ഞെരുക്കൊക്കെ ഉണ്ടായപ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് 99-ലാണ് എന്റെ വിവാഹം നടക്കുന്നത്. അപ്പൊ 2000 ഞാൻ വൈഫിനോട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ദൈവാസന മാസം ഒരു 5000 രൂപ കൊടുത്ത് നമുക്ക് സഹായിക്കാം, അതിനുള്ള പണി ഞാൻ തരപ്പെടുത്തിയിട്ട് ഞാൻ തിരിച്ചു വരും, അതുവരെ നീ നിന്റെ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞ് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി വിവേകത്തോടെ ഒരു വാക്ക് പറഞ്ഞ വാക്കിതാണ്. അന്ന് ആ വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഞാൻ കൂടെ ഉണ്ടാവുന്നേ പറഞ്ഞുകൊണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് പിന്മാറിയിട്ട് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവനവനെടുത്ത തീരുമാനം അവനവൻ തന്നെ ചെയ്തോളാം പറഞ്ഞത്. പുള്ളിക്കാരത്തിയുടെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ വിശ്വാസം വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഉപസിച്ചിട്ടുണ്ടെങ്കിലും 5 ദിവസവും 7 ദിവസമൊക്കെ ഉപസിച്ചിട്ടുണ്ടെങ്കിലും ചർച്ചിൽ പറയാതെ മറ്റാരോടും പറയാതെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നിനക്ക് എന്നെ വേണമെങ്കിൽ നീ അത് വ്യക്തമായിട്ട് എന്നോട് പറയാം. ഒരു പ്രവാചക ശബ്ദമല്ല എനിക്ക് കേൾക്കേണ്ടത്, ദൈവ ശബ്ദമാണ് കേൾക്കേണ്ടത്. അങ്ങേക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങ് അതെന്നോട് പറയുക, അല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അങ്ങ് സംസാരിക്കണം. ഒരു മാനുഷികമായ ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ 21 ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. ആ ഉപവാസ പ്രാർത്ഥനയില് ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായി ഇടപെട്ട്, നിന്റെ പണം എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യം നിന്നെയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രാർത്ഥന, ആ ശബ്ദം കേട്ടതിന് ശേഷം അടുത്ത ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദിവസങ്ങളിടയിൽ എൻ്റെ വീട്ടിൽ ഒരു ദൈവദാസൻ വരരുത്, വന്നാൽ ഞാൻ അവരെ ഉൾക്കൊള്ളത്തില്ല. പക്ഷെ ദൈവം എന്നോട് എപ്പോൾ സംസാരിക്കുന്നു, അതിനുശേഷം ഒരു ദൈവദാസൻ വന്നു കഴിഞ്ഞാൽ ആ ദൈവദാസൻ സംസാരിക്കുന്ന ശബ്ദം ഇതായിരിക്കണം, ആയിരുന്നാൽ ഞാൻ പൂർണ്ണമായി കർത്താവെ ഞാൻ വിശ്വസിക്കാം എന്ന് കർത്താവിനോട് പറഞ്ഞു. തോമസ് പറഞ്ഞു, എനിക്ക് തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, അത് ആര് പറയുന്നു ഞാനത് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവശബ്ദം കേട്ട് അതിന്റെ അടുത്ത ദിവസം ഒരു ദൈവദാസൻ വന്ന് എന്നോട് ഇടപെട്ട അതേ വചനം തന്നെ ആ ദൈവദാസൻ പ്രസംഗിച്ചിട്ട്
അതിൽ നിന്ന് എന്നോട് ആലോചന പറഞ്ഞു. അപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമായി, മാനുഷികമല്ല, നടന്നത് ദൈവികമാണ് എന്നെനിക്ക് ബോധ്യമായി. അന്ന് പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു. അതിനു മുന്നേ 92 92 അവസാന ഭാഗം, അവസാന ഭാഗം എന്ന് പറയാൻ പറ്റത്തില്ല, ഗോസ്പൽ നാഷണൽ ജോയിൻ ചെയ്തെങ്കിലും അതെനിക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ നോർത്ത് ഇന്ത്യയില് ഇവിടെ ഉത്തർപ്രദേശിലേക്ക് വരുന്നത്. ഉത്തർപ്രദേശ് സുവിശേഷവിലേക്ക് വേണ്ടി ആദ്യം കടന്നു വരുന്നത് 92 അവസാനം 93 വരുന്ന സമയത്ത് ഞാൻ വരുന്നു. വരുന്നതും കാൺപൂർ തന്നെയാണ് വരുന്നത്. അന്ന് എന്നെ കൊണ്ടുവന്ന വ്യക്തികള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കാരണം കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരെന്നെ കൈയൊഴിഞ്ഞു. ഒന്നാമത് ഏറ്റവും വലിയ വിഷയം ഭാഷ അറിയത്തില്ല. രണ്ടാമത് തണുപ്പിന്റെ വസ്ത്രം എൻ്റെ കയ്യിലില്ല. സാധാരണ ഹാഫ് കൈ ഷർട്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അകത്ത് ഇടുന്ന ബനിയൻ പോലും എൻ്റെ കയ്യിലില്ല. സാധാരണ ഷർട്ടും സാധാരണ പാൻറ്റും മാത്രമേ ഇട്ടുള്ളൂ. അപ്പൊ കൊണ്ടുവന്നവർ അവിടെ നിന്ന് തന്നെ പുറത്താക്കി. അത് കഴിഞ്ഞ് ഞാൻ താമസിക്കുന്നതൊക്കെ വഴിയോരങ്ങളിൽ കിടത്തിണ്ണയിലൊക്കെയാണ് കിടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കാറുണ്ട്. ഭക്ഷണത്തിനുണ്ടെ പൈസ ഇല്ല. പല ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കല് നടന്നു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കാൺപൂരുകാരൊന്നും ഇങ്ങനെ പഴമൊക്കെ കഴിച്ചിട്ട് അതിന്റെ തൊലിയൊന്നും പ്ലാസ്റ്റിക് കൊണ്ടിനകത്ത് ആയിട്ട് കെട്ടി കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വെക്കുന്ന പ്രകൃതി ആ സമയത്തില്ല. ഇന്നൊക്കെ അത് അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങുന്നു. ആ സമയത്ത് ആരോ പഴം തിന്നിട്ട് തൊലി ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിട്ടിട്ട് വെളിയിൽ കൊണ്ട് വെച്ചിരുന്നു. ഞാനത് ആർത്തിയോടെ ചെന്ന് ഞാൻ പുറത്ത് എന്തെങ്കിലും പൂരിയോ റൊട്ടി എന്തെങ്കിലും ആയിരിക്കുന്ന കരുതി ഞാൻ ചെന്ന് ആ കൂടെ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് പഴകാത്ത നല്ല പഴത്തൊലി ആയിരിക്കുന്നത്. കാരണം അവർ തിന്നിട്ട് അധികം സമയമായി കാണത്തില്ല. ആ പഴത്തൊലി എടുത്ത് ഞാനത് ഭക്ഷിച്ചതിന് ശേഷം പൈപ്പ് വെള്ളം കുടിക്കുന്നു. പൈപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ ഒരു മനുഷ്യൻ എരുമയെ കുളിപ്പിക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട്, ഹിന്ദി എനിക്കറിയത്തില്ല, അദ്ദേഹത്തോട് ഞാൻ വയ്യത്തോടെ പാനി ചായയും ചേ അദ്ദേഹം പറഞ്ഞത് ഈ പാനി പിന്നെ വല പാനി നെയ്യേ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇതെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലാസ്റ്റ് ആ മനുഷ്യൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇത് കുടിക്കുന്നതല്ല എന്ന് കാണിച്ച്. അപ്പൊ ഞാൻ തിരിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അത് കുഴപ്പമില്ലെന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണ് മുഖം നന്നായിട്ട് കഴുകി. ആ തുരുമ്പിച്ച വെള്ളം എൻ്റെ കണ്ണിനകത്ത് വീണിട്ട് ദിവസങ്ങളോളം എൻ്റെ 2 കണ്ണും ചുമന്ന് കലങ്ങിയിരുന്നത്. ആ വെള്ളം ഞാൻ എൻ്റെ കൈയും കാലും മുഖമൊക്കെ കഴുകി ശരിക്കും ഞാൻ ആ വെള്ളം കുടിച്ച് ദിവസങ്ങളോളം ആ വെള്ളത്തിന്റെ ബലത്തില് ദിവസങ്ങളോളം നടന്ന് പിന്നീട് ഒരു സഹോദരനെ, ഒരു അവിശ്വാസിയായ ഒരു സഹോദരനെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. ദിവസങ്ങളോളം ആ സഹോദരൻ എനിക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ട് താമസിപ്പിച്ചു, ഭക്ഷണമൊക്കെ തന്ന് അദ്ദേഹം തന്നെ ടിക്കറ്റ് എടുത്ത് എന്നെ തിരിച്ച് കേരളത്തിലേക്ക് വിട്ടു. പിന്നീട് എനിക്ക് കാൺപൂർ എന്ന് പറയുന്ന പേരെനിക്ക് കേൾക്കുന്നത് വലിയ ഭയമായി തീർന്നു. കാരണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആദ്യം കേരളം വിട്ടിട്ട് ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഭാഷ അറിയത്തില്ല. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ പോർച്ചിൽ പോയി ഞാൻ രാത്രി കിടക്കുന്ന സമയം രാത്രി 1 മണിക്കാണ് കിടക്കുന്നത്. 1 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഞാൻ 2:45 ഞാൻ എഴുന്നേറ്റ് ഞാൻ അവിടുന്ന് പോകും. അവിടുന്ന് മതിൽ ചാടിയാൻ വീട്ടിൽ വന്നു. 4 മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ എഴുന്നേക്കും. അപ്പൊ ഞാൻ ആ പോർച്ചിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു കൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജനം ഉപദ്രവിക്കും, കള്ളനാണെന്ന് പറഞ്ഞ്. പക്ഷെ കിടന്നുറങ്ങുന്നത് തറയിലാണ് കിടക്കുന്നത്, തണുപ്പ് കാലത്ത് തറയിൽ കിടക്കും. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ പ്രൊട്ടക്ട് ചെയ്തത് ദൈവത്തിന്റെ വലിയ കൃപയൊന്നല്ലാതെ മറ്റൊന്നുമല്ല. തണുപ്പത്ത് ഒരിക്കലും തറയിൽ ആർക്കും, ഈ സമയത്താണെങ്കിൽ പോലും ഇവിടെ തറയിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യവും. ആ സമയത്ത് ബ്ലഡ് ക്ലോട്ടായ ആള് മരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് ബ്ലഡ് ഒന്നും ക്ലോട്ട് ആകില്ല. കാരണം എനിക്ക് വേണ്ടി ഒഴുകിയ പുണ്യാഗ രക്തത്തിന്റെ വില എന്താണെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം തിരിച്ച് ഞാൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നതിന് ശേഷം ഗോസ്പൽ ആക്ഷൻ ഫെലോഷിപ്പിന്റെ ഒരു മിഷണറി ആയിട്ട് ഞാൻ വരുന്നത് ബീഹാറിലേക്കാണ് വരുന്നത്. ബീഹാറില് ഗോപാലഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം വന്ന് അവിടെ അന്ന് ഞങ്ങളുടെ അവിടുത്തെ സീനിയർ മിഷണറി ആയിട്ട് ശുശ്രൂഷ ചെയ്തിരുന്നത് NM ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുറെ നാൾ അവിടെ ശുശ്രൂഷ ചെയ്തതിന് ശേഷം അവിടുന്ന് മഹാരാജഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയി. അവിടെ കുറെ നാൾ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ഗ്രാമങ്ങളിലൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്തു. അതിനുശേഷം വിവാഹത്തിനായിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വന്നു. വിവാഹം കഴിഞ്ഞ് ഒരല്പം സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തിരിച്ച് ബീഹാറിലേക്ക് എനിക്ക്
പോരാൻ കഴിയാതെ വന്നു. ആ സമയത്ത് പിന്നെ കേരളത്തിൽ തന്നെ കർത്താവിന്റെ വേല ചെയ്യാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു. കർത്താവിൽ ഇന്ന് വിശ്രമിക്കുന്ന തോമസ് തോന്നയ്ക്കൽ ഒരിക്കല് ഇവിടെ ലക്നൌവിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് എവിടെയാണ് ദൈവാസൻ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു കാൺപുര താമസിക്കുന്നത്. നല്ല കാര്യം. അപ്പൊ ഞാൻ ചോദിക്കുന്നതിന് നല്ല പുള്ളി ആൻസർ പറയുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഇടമലക്കുടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇടമലക്കുടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇടമലക്കുടിയിൽ ഞാൻ ഒരിക്കലും ഒരു ദൈവാസനയായിട്ട് കൂട്ടിക്കൊണ്ട് ഞാൻ ഇടമലക്കുടിയില് ആദിവാസികളുടെ ഇടയില് ഞാൻ കടന്നു പോയായിരുന്നു. പക്ഷെ അന്ന് കൂടെ പോകുന്ന ആ ദൈവാസൻ നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തി ഞാൻ തന്നെയാണ്. ഞാൻ അത് മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പൊ ആ ദൈവാസൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ വ്യക്തി ഞാൻ തന്നെയാണെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഇടമലക്കുടിയിലെ ആദ്യത്തെ ഒരു മിഷണറി ആയിട്ട് കടന്നു പോകാൻ തോമസ് തോന്നയ്ക്കൻ എന്നെ കുറിച്ച്, അവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ തോന്നയ്ക്കൻ എഴുതുവാൻ ഒക്കെ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഗോസ്പൽ ആക്ഷൻ ഫെലോഷിപ്പിന്റെ ആ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് എനിക്ക് അന്ന് കയറി വരാൻ കഴിഞ്ഞു. പക്ഷെ ഒന്നും പിന്നെ ജീവിതത്തില് ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ ഒരു സംഘടന മുഖാന്തരമാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടാമത് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നെയ്ലച്ചൻ പലപ്പോഴും എന്നോട് പറഞ്ഞ് വീണ്ടും ഗോസ്പൽ ആക്ഷനിൽ ജോയിൻ ചെയ്യാം. ജീവിത സാഹചര്യം കൊണ്ട്, ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് പിന്നെ കേരളത്തിൽ തന്നെ നിന്ന് ചെറിയ പ്രവർത്തനമൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആലോചന മറ്റൊന്നായിരുന്നു. കാരണം അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് ഒരിക്കല് എനിക്ക് തോന്നുന്നു ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഒരു കൺവെൻഷന് പോയി. ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കുമ്പനാട് കൺവെൻഷനാണ് പോയത്. കുമ്പനാട് കൺവെൻഷന് പോയപ്പോഴത്തേക്ക് അന്ന് ഞാൻ അവിടുത്തെ മീറ്റിംഗ് ഒന്നും ഇല്ല. മീറ്റിംഗ് കഴിഞ്ഞ അടുത്ത സെക്ഷന് വേണ്ടി ആൾക്കാര് ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ സൈഡിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ ശബ്ദം കേട്ട്. അപ്പൊ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 4 പാടും നോക്കി. ഇതൊരു ബോക്സിന്റെ അകത്തുനിന്ന് വരുന്ന ശബ്ദമല്ലെന്ന് എനിക്ക് ബോധ്യമായി. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയ അധിവാസനോട് പറഞ്ഞ്, അച്ഛാ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞു. എന്ത് ശബ്ദമാണ് കുഞ്ഞെ നീ കേട്ടത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശബ്ദം കേട്ട് നീ അറിയാത്ത ജാതികളുടെ ഇടയിൽ നിന്നെ ഞാൻ അയക്കും. നീ ജാതികളുടെ പാല് കുടിക്കും. നീ അവരോട് ചേരില്ല, അവർ നിന്നോട് ചേരും. അവർ നിന്നോട് അനുസരണ ഭാവം കാണിക്കും. ഇതെവിടെ കിടക്കുന്ന വാക്യാണെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു ദൈവവചനമാണോ കുഞ്ഞെന്ന് പറഞ്ഞത്. ദൈവം നിന്നെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നതാ. നീ സമർപ്പിച്ചു. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കും, ദൈവം നിന്നെ അയക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ സാക്ഷ്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഈ വഴികളെല്ലാം ഞാൻ നടന്നെങ്കിലും ദൈവത്തിന്റെ സമയം കറക്റ്റ് ആയപ്പോ ദൈവം എന്നെ പറഞ്ഞ ആ ദേശത്തേക്ക് തന്നെ ദൈവം എന്നെ കൊണ്ടുവരുവാനിടയെ കാൺപൂരിനെ ഞാൻ എത്രത്തോളം വെറുത്തോ ഇന്ന് ആ കാൺപൂരിന്റെ ഭാഗമായി മാറിയാണ്. കാരണം ഇവിടുത്തെ വോട്ടവകാശിയായി മാറിയ ഞാൻ റിക്കാർഡിക്കലിൽ ഞാൻ യു പിക്കാരനായി മാറി, കാൺപൂരുകാരനാണ്. അപ്പൊ അത്രയൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാനുള്ള ഒരു കാരണം ഇന്ന് എനിക്ക് മനുഷ്യനെ അതേ രീതിയിൽ ഒരു സാധുവായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു അനാഥനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കുവാനും അവനെ ഉൾക്കൊള്ളുവാനും, കഴിച്ചില്ലെങ്കിൽ അവനെ കഴിപ്പിക്കുവാനുള്ള ഒരു മനസ്സെനിക്ക് ഉണ്ടെന്ന് സ്ഥാപിക്കുകയല്ല, അത് ചെയ്യാനുള്ള ഒരു വ്യഗ്രത എന്നിൽ ജനിക്കുന്നതിന്റെ കാരണം ഇന്നലെ എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച ആ കണ്ണുനീരിന്റെ ഒറ്റപ്പെടുത്തലിന്റെയും അതുപോലെ തള്ളപ്പെട്ട അവസ്ഥകൾ, മാനസികമായി എത്രത്തോളം ഞാൻ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടോ, ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ, തള്ളപ്പെട്ടു പോയിട്ടുണ്ടോ, അതെല്ലാം പിൻകാലങ്ങൾ പിന്നീട് എൻ്റെ ജീവിതത്തിൽ അതെല്ലാം നന്മയ്ക്കായി തീർന്നു. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. കർത്താവ് എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പനും അമ്മയും കൂട്ടുകാരോ അല്ലെങ്കിൽ കൂടപ്പിറപ്പോ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. 99 ഡിസംബർ 28-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. പെരുമ്പാവൂര് ഷാരോൺ ചർച്ചിലെ മെമ്പറാണ് എൻ്റെ വൈഫ്. വിവാഹം കഴിഞ്ഞ് പലപ്പോഴും എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സൂചി കുത്താൻ സ്ഥലം തരില്ല എന്നെ പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ലായിരുന്നു. ഇത് ഇങ്ങനെ ചെയ്യാൻ പോവുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വിവാഹം കഴിഞ്ഞ് വന്ന് അടുത്ത ദിവസം എന്നെ പിതാവ് എന്നെ വെളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു,
ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചായിരുന്നു? ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്പച്ചനും ഉമ്മയും ഇന്നല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചത്. ഇന്നാലേ നാളെ മുതൽ ഇവിടുന്ന് ഭക്ഷണമൊന്നുമില്ല, വേറെ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ വെക്കത്തില്ല. അതെന്താന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആകെ ഒറ്റ മോനേ ഉണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ രണ്ടാമതൊരു പാത്രം വെക്കുന്ന പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യും, ഞാൻ വീട് വിട്ട് ഞാൻ ഇറങ്ങിപ്പോകും, പിന്നെ നമ്മൾ തമ്മിൽ കാണത്തില്ല. ഇതിലേതാ വേണ്ടെന്ന് അപ്പച്ചൻ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അല്ലാതെ ഒരു വീട്ടിൽ കിടന്നുകൊണ്ട് രണ്ട് പാത്രത്തിൽ ഞാൻ വെക്കത്തില്ല, അതിന് എന്നെ കിട്ടുമോ ഇല്ലെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അപ്പച്ചനൊന്നും വേണ്ടിയില്ല. കാരണം അവിടെയും എന്റെ പിതാവിന് ഞാൻ നല്ലൊരു മാതൃകയായിട്ട് തന്നെ സംസാരിച്ചത്. ഞാൻ വഴക്കുണ്ടാക്കിയിട്ടൊന്നുമല്ല എന്റെ അപ്പച്ചനോട് പറഞ്ഞത്. കാരണം ഞാൻ വിശ്വാസി ആയതുകൊണ്ട്, എന്നെ ഉൾക്കൊണ്ടു പോകാൻ കഴിയാത്തത് കൊണ്ട് എന്റെ പിതാവ് പറഞ്ഞതാണ്. പക്ഷെ ആ പിതാവിനെ ഞാൻ അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വെക്കത്തില്ലെന്ന് പറഞ്ഞു. എന്റെ അപ്പച്ചനും അമ്മച്ചും ജീവിച്ചിരിക്കുന്നതോളം കാലം എന്റെ വീട്ടിൽ രണ്ട് കലം ഉണ്ടാകത്തില്ല, രണ്ട് പാത്രത്തിൽ വെക്കത്തില്ല, അതിന് ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ നിങ്ങൾ പോയി. പലപ്പോഴും എന്റെ അപ്പച്ചൻ പലരോടും പറഞ്ഞത്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെ അപ്പൻ സ്ഥലം വിറ്റ് കളയും, നിനക്ക് കിടപ്പാടം കാണത്തില്ല, പക്ഷെ നീ അത് ബുദ്ധിപൂർവ്വം നീ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ബുദ്ധിപൂർവ്വം കാര്യം ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും എന്റെ അപ്പന്റെ ചേട്ടന്റെ മോൻ തന്നെ ഈ സ്ഥലം വിൽക്കുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനോട് പറഞ്ഞെടാ, ഞാനോ കല്യാണം കഴിച്ചില്ല, നീ കല്യാണം കഴിച്ചോ, നിനക്ക് ഒരു പെൺകുഞ്ഞുള്ളതാ, ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി കിടക്കും? ഞാൻ പറഞ്ഞെടാ, സുവിശേഷം പറയുന്നത് നിനക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, നാരായണ ഭ്രാന്തന്റെ അമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ അവരുടെ ഭർത്താവ് ചോദിക്കും, കുഞ്ഞിന്റെ വാ തുറന്നതാണോ, വാ കീറിയതാണോ? നരമ വാ കീറിയതാ. എന്നാ വാ കീറിയവൻ ഇര കണ്ടോളൂ എന്ന് പറയും. അതിനെ കളഞ്ഞൊരു ചരിത്രം, ഒരു കഥ നീ കേട്ടിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ട്, അത് കഥയല്ലേ നീ ചോദിച്ചു. എന്നാ നാരായണ അമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ വാ കീറിയ ആ കഥയല്ല ഈ കഥ. എന്റെ ദൈവം എനിക്ക് വാ തന്നിട്ടുണ്ടെങ്കിൽ എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഇരയും തരും. ഈ ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ആ കിടക്കാനുള്ള കിടപ്പാടും എന്റെ തമ്പുരാൻ എനിക്ക് ഒരുക്കി തരും എന്ന് പറഞ്ഞു. ഞാനത് പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം വിൽക്കാനുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അപ്പച്ചന്റെ ചേട്ടന്റെ മോനിക്ക ഈ സംഭവം എന്നോട് ചോദിക്കുന്നത്. അതിന് ഞാൻ മറുപടി പറഞ്ഞത് ഇങ്ങനെ മറുപടി പറഞ്ഞ്, ഞാൻ അവിടുന്ന് പോകും, ചെന്ന് ഞാൻ ബാധ്യത സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ട് എന്റെ അപ്പച്ചൻ്റെ കൊണ്ടുപോകും. അപ്പൊ ഇതിന് എതിരായിട്ട് നടക്കുന്ന സംബന്ധിച്ച ബിനോയ് ഇനി ഇതിന് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ സ്ഥലം എങ്ങനെ വിൽക്കുമെന്ന് ചോദിച്ചു. എന്റെ പിതാവ് അവരോട് പറഞ്ഞു, അവൻ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ 3 ശവം വീട്ടിൽ നിന്ന് ഇറക്കേണ്ട ഗതികേട് വരും, അതിന് ഉത്തരവാദി അവനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇതിന് ഉത്തരവാദി ഒന്നും ഞാനാകത്തില്ല, അതിന്റെ ഉത്തരവാദി അവര് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് മരിച്ചു കഴിഞ്ഞാൽ അവരതിന്റെ ഉത്തരവാദി, ഞാനല്ല. പക്ഷെ അവര് മരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അവര് മരിക്കേണ്ട ആവശ്യം വരത്തില്ല. അവർക്ക് ആവശ്യം സ്ഥലം വിൽക്കേണ്ടതല്ലേ, അത് വിൽക്കാൻ വേണ്ടി ഞാൻ സൈൻ ചെയ്ത് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ആ സൈൻ ചെയ്ത്. അന്ന് എന്റെ കുഞ്ഞിന് 2 വയസ്സേ ഉള്ളൂ, മൂത്ത കുട്ടിക്ക് 2 വയസ്സ് ആകുന്നേ ഉള്ളൂ. ആ കുഞ്ഞിനെ കൈ പിടിച്ചോണ്ട് വീട് വിട്ടിറങ്ങിയതാ. കണക്ക് ശരിയാണെങ്കിൽ 25 വാടക വീട്ടില് ഞാൻ ജീവിച്ചു. 25 ഇത് 24 വാടക വീട്ടിൽ താമസിച്ചത് 25ാമത്തെ സ്ഥലത്താണ് ഇപ്പൊ ഞാൻ താമസിച്ചത്. നോർത്ത് ഇന്ത്യ വന്ന് പല സ്ഥലത്തും കിടക്കുമ്പോഴത്തേക്ക് 10 വിശ്വാസികൾ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഹൗസ് ഓണർ പറയും, ധരം പരിവർത്തനം കറിയൊക്കെയാ എന്ന് പറഞ്ഞ് അവര് വീട് കാലി ചെയ്യാൻ പറയും. അങ്ങനെ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ ആ സ്ഥലം ഒന്ന് വിറ്റ് പിന്നെ ഞാൻ തന്നെ ഒരു വീട് വാടകയ്ക്ക് ഞാൻ എടുത്ത് ആ വീട്ടിൽ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയും കൊണ്ട് ഞാൻ താമസിപ്പിച്ചു. ആ വീട്ടിൽ വെച്ചാണ് എൻ്റെ അമ്മച്ചി മരിക്കുന്ന കൂട്ടൻ മെഡിക്കൽ കോളേജ് വെച്ച് മരിക്കുന്നു. മെഡിക്കൽ കോളേജ് വെച്ച് മരിച്ചിട്ട് ബോഡി അകത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന് ആംബുലൻസിൽ വെച്ചതിന് ശേഷം എല്ലാവരും എന്നെ കൊണ്ടുപോയി, എങ്ങോട്ടാണ് ബോഡി കൊണ്ടുപോകുന്നത് ചോദിച്ചു. എനിക്കും അറിയത്തില്ല എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയാൻ. എൻ്റെ ഭാര്യ പറയും, നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാമെന്ന് പറയുന്നത്. എനിക്ക് മറുപടി ഇല്ല. ഞങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിലെല്ലാം ഭയങ്കര മഴ പെയ്ത് വെള്ളം മുങ്ങിക്കിടക്കുന്ന സമയം, ബോഡി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല. ഞാൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചിയുടെ 2ാമത്തെ ആങ്ങളെ ആംബുലൻസിന്റെ അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി മുന്നോട്ട് വിടാൻ പറഞ്ഞു. എൻ്റെ കൊച്ചെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞയച്ചെങ്കിൽ എൻ്റെ കൊച്ചിനെ ഞാൻ അവസാനമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ യാത്ര ചെയ്യപ്പോൾ ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ എൻ്റെ അമ്മച്ചി എൻ്റെ ബോഡിയായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയി. അവിടെ കൊണ്ടുവച്ച് അമ്മച്ചിയുടെ അടക്കെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന്, അന്നും ഇന്നും ഒരുപോലെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, അടക്കം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത്
എൻ്റെ ഭാര്യയുടെ പിതാവ് ഒന്ന് വിളിച്ചത് വളരെ സ്നേഹത്തോടെ വിളിച്ചു, മോനെന്ന് വിളിച്ചിട്ട്. അത് പുള്ളി മരിക്കോളും മോനെ തന്നെ വിളിക്കുന്നത്. അന്നും പതിവില്ലാതെ പുള്ളി എന്നെ മോനെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ, നീ എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞാൻ ഏത് ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാൻ വരണ്ടെന്ന് ചോദിച്ചു. ഒരു മരുമകനാണ്, മകളുടെ ഭർത്താവാണ്, മറുപടി കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. ഞാൻ ആ പിതാവിന്റെ മറുപടി പറഞ്ഞില്ല. പക്ഷെ ദൈവകൃപയാല് അവരുടെ 4 മക്കളുടെ ഭാര്യമാര് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും മാന്യമായിട്ട് എൻ്റെ ഭാര്യ ഇന്നും ജീവിക്കുന്നു. ധരിക്കാനും അതുപോലെ കഴിക്കാനും മാന്യമായ രീതിയിൽ ദൈവം അവളെ പുലർത്തുന്നു. അവളുടെ പിതാവ് കാണുന്നില്ലെങ്കിലും അവൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു. പക്ഷെ എൻ്റെ വൈഫിന്റെ പിതാവ് ഞങ്ങൾ പലപ്പോഴും ഇവിടെ ചെല്ലുന്ന സമയത്തൊക്കെ ഞങ്ങൾ ചെല്ലുന്ന രീതികളെല്ലാം ആ പ്രിയ പിതാവും കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിഞ്ഞതിനേക്കാൾ വലിയൊരു ചോദ്യമാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഓർക്കും ഇതെല്ലാം ഒരു പട്ടുമെത്തയുടെ അനുഭവമായിരിക്കുന്നു. പക്ഷേ സുവിശേഷ വേലയ്ക്ക് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുഖമായിരിക്കുന്നത് പലതും നമുക്ക് വേദനയായി മാറും. കൂടെ നിൽക്കുന്നവർ പലരും മാറിപ്പോകും, ഉറ്റവരും ഉടയവരും മാറിപ്പോകും, ബന്ധുമിത്രാദികളെല്ലാം അകന്നു മാറും. ഇതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു മഹത്വം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു നല്ല കപ്പിത്താനെ തിരിച്ചറിയുന്നത് കടലില് കോളും കാറ്റും തിരമാലകളും ശക്തമാകുമ്പോഴാണ് ഒരു കപ്പിത്താന്റെ കഴിവറിയാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്നും സുഖവും സന്തോഷവും മാത്രമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ദൃഢത എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ശക്തമായ കാറ്റടിക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബലം എന്താണെന്നും നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്നും ആരെയാണ് നമ്മൾ മുൻനിർത്തിയിരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഓടുവാൻ കഴിയുന്നത്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നത്, ഞാൻ ഒരിക്കൽ 40 ദിവസം ഞാൻ ഉപവസിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ജോൺസൺ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ദൈവനോട് പറഞ്ഞ്, പാസ്റ്റർ ഞാനൊരു ദൈവാസനം വിളിച്ചോണ്ട് വരാം. പുള്ളി നല്ലൊരു ശുശ്രൂഷകനാണ്. ഞാൻ പറഞ്ഞ്, സുഹൃത്ത് എൻ്റെ കയ്യിൽ 10 പൈസ വണ്ടിക്കൂലി കൊടുത്തു വിടാനില്ല, നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കണ്ട. അദ്ദേഹം തന്നെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ചോറ് കൊടുക്കാനില്ലായിരുന്നു, കഞ്ഞി മാത്രമേ ഉള്ളായിരുന്നു. ആ കഞ്ഞിയെ കൊടുത്ത്, പക്ഷെ അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവാസനം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സേജ് ഒക്കെ തന്നിട്ട് അദ്ദേഹം പോയ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ യാത്ര അയക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോയ സമയത്ത് ആ ദൈവദാസൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ്, ദൈവദാസൻ ആയിരിക്കുന്ന മുതൽ ചില്ലറ മുതലല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഈ പുള്ളി ചിരിച്ചോണ്ട് ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു. എൻ്റെ മനുഷ്യ, പുള്ളി അനുഭവിച്ചതൊന്നും ചെറുതല്ല. പുള്ളിയുടെയൊക്കെ ജീവിതത്തിൽ പുള്ളിയൊക്കെ അനുഭവിച്ചത് അത് പുള്ളി പറയലാത്തൊരു മുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുന്നോട് നമ്മൾ എഴുന്നേക്കിയല്ല. കാരണം ആത്മഹത്യയുടെ വാക്കിൽ എത്തേണ്ടതൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിട്ടും ജീവിതത്തിലുണ്ടായിട്ടും വ്യതിചലിക്കാത്തൊരു മനുഷ്യനാന്ന് പറഞ്ഞു. കാരണം വലിയ ആഡംബരമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ, വിശ്വാസത്തിന്റെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചതൊന്നും ചെറിയ കാര്യമല്ല എന്നാ മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ ജോൺസൺ എന്ന് പറയുന്ന ദൈവാസനോട് പറഞ്ഞിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞു. എന്താ മനുഷ്യ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. സത്യത്തിനകത്ത് തന്നെ ആയിരുന്നു അതിന്റെ കാര്യം. ജീവിതത്തിൽ അനുഭവിച്ചത് ഒന്നും ചെറുതല്ല. ആ മനുഷ്യൻ അത് ബാക്കി ഫില്ല് ചെയ്തത് എങ്ങനെയാണ്, ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നതും ചെറുതല്ല എന്ന് ആ മനുഷ്യനോട് പറഞ്ഞിട്ട് പോയി. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ചെറുതല്ല. കാരണം ഞാൻ അതുകൊണ്ടൊന്നും ഇങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നാം ചുവട് വയ്ക്കുമ്പോൾ ഒരിക്കലും എല്ലാം നമുക്ക് അനുകൂലമായി തീരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പറയുന്നത്, പൗലോസ് എത്ര വട്ടം അടിയേറ്റു, ജയിൽ ശിക്ഷ അനുഭവിച്ചു, അതെല്ലാം സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസത്തിൽ ഉറക്കേണ്ടതിന് വേണ്ടി ഒന്ന്, മറ്റൊന്ന് വിശ്വാസത്തിന് വേണ്ടിയായിരിക്കും അവൻ കഷ്ടം സഹിക്കുന്നത്. അല്ലാത്ത കഷ്ടതയൊന്നും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിരിക്കില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യ വിശ്വാസത്തിന് വേണ്ടി മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്.
പക്ഷെ ആരോടും പ്രതികരിക്കാനോ ആരോടും ഒരു വാഗ്വാദത്തിനോ പോകുവാൻ തയ്യാറാകാതിരുന്നതിന്റെ ഒരു കാരണം ഭൂമിയിൽ എന്തെങ്കിലും സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിനെ അന്നും ഇന്നും ഭരിച്ചിട്ടില്ല. കാരണം എന്റെ പിതാവ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെടാ, എന്റെ ചേട്ടൻ മക്കളൊക്കെ വിശ്വാസി വന്നിട്ടുണ്ട്, അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നു, നിനക്ക് എന്തുകൊണ്ടില്ല എന്ന് എന്നോട് എന്റെ പിതാവ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെന്തക്കോസ്തിൽ ചേർന്ന് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് അല്ലെങ്കിൽ ദൈവപൈതലായി തീർന്നത് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി വന്നതല്ല. സമ്പാദിക്കാനായിരുന്നെങ്കിൽ ഞാൻ ആ യാത്ര ചെയ്ത യാത്ര മാത്രം മതിയായിരുന്നു സമ്പാദിക്കാൻ. ഞാൻ സമ്പാദിക്കാനുള്ള ലക്ഷ്യത്തോടെ വന്നതല്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് എന്താണോ അത് മറ്റുള്ളവരോടൊന്ന് പങ്കുവെക്കുക, അവരെ ആ ദൈവസ്നേഹം എന്താണെന്ന് അറിയിക്കുക. അതല്ലാതെ എൻ്റെ ഉള്ളിൽ മറ്റൊരു ലക്ഷ്യം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവകൃപയാൽ 29 വർഷമായി സുവിശേഷ വേലയിൽ ആയിട്ട് 29 കഴിഞ്ഞ് 30 വർഷത്തിലേക്ക് കയറുകയാണ്. പക്ഷെ ഇന്നുവരെ കൃപയാല് ഒരു ഹിതമല്ലാത്ത ഒരു വസ്തു വാങ്ങുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീകരിക്കുവാനോ ഞാൻ ആലയത്തിന്റെ അകത്തിരുന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഇന്നുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇല്ലായ്മ ഒത്തിരി കാണാം. പക്ഷെ ആ ഇല്ലായ്മയൊക്കെ ജീവിതത്തിൽ ഉള്ളപ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉള്ളതിനേക്കാൾ കൂടുതലുള്ള സന്തോഷം, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത്. എനിക്ക് ദുഃഖമല്ല എന്റെ ജീവിതത്തിലുള്ളത്. കൃപയാൽ ദൈവം ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ തന്നു. മൂത്തയാളുടെ പേരാണ് ക്രിസ്റ്റീന. അവളിപ്പോ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. രണ്ടാമത്തെ ആള് ബയോടെക്നോളജിക്ക് അലഹബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളാണ്. കാൺപൂര് ഞങ്ങളിപ്പോൾ ലവ് ആർമി ക്രൂസൈഡിന്റെ ഒരു ചർച്ചിലാണ്. ആ മിനിസ്റ്ററോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ കാൺപൂരായിട്ട് 17-18 വർഷത്തോളം ആകുന്നു. കാൺപൂരായിട്ട് അത്യാവശ്യം വർക്കുകളുണ്ട്, ഗ്രാമങ്ങൾ വർക്കുകളുണ്ട്. പലപ്പോഴും എതിർപ്പുകളുണ്ടെങ്കിലും ആ എതിർപ്പുകളിലൊക്കെ നടുവിലെ കർത്താവിന്റെ വേലയിൽ ഒരു വട്ടം സുവിശേഷ വിരോധികളുടെ ആക്രമണത്തിന് ഇരയാകുകയും വടിക്കടിച്ച് എൻ്റെ ഇടതുകാലിന്റെ മുട്ടിന് അല്പമായ ക്ഷതമേൽക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും അതൊക്കെയും എൻ്റെ വിശ്വാസത്തിന് വേണ്ടി, സുവിശേഷകരുടെ വ്യാപ്തിക്ക് വേണ്ടി, അതൊക്കെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഞാനതൊക്കെ ലാഭമെന്ന് ഞാൻ എണ്ണുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഇത്രമാത്രം സ്നേഹം ചൊരിഞ്ഞു തന്ന, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഈ സ്വീകരിച്ചത് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചത് ഈ കഷ്ടതയൊന്നും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എപ്രകാരമായിരുന്നു എൻ്റെ ജീവിതം നയിച്ചത്, പക്ഷെ ആരും സ്നേഹിക്കാനില്ല എന്ന സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് എന്നെ ആഴമായി സ്നേഹിച്ചു. എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ സ്ഥാനത്ത് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. കൂടപ്പിറപ്പുകൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ സ്ഥാനത്ത് എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചു. തീർന്നു പോകാവുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ കർത്താവ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എന്നെ ചേർത്ത് പിടിച്ച ആ ദൈവത്തിന്റെ കൃപ ഓർക്കുമ്പോൾ ജീവിതത്തിൽ വരുന്ന കഷ്ടതയൊന്നും വലുതായിട്ട് തോന്നാറില്ല. പൗലോസിന്റെ ശൈലിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി തീരട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ലവ് ആർമി ക്രൂസൈഡിൽ ഞാൻ ഇവിടെ കാൺപൂർ വന്നിട്ട് 2ാമത്തെ പ്രാവശ്യം വരുന്നത്. ആദ്യം ഞാൻ തന്നെ എൻ്റെ വിവാഹത്തിന് മുന്നേ വന്നു. 2ാമത് വിവാഹത്തിന് ശേഷം 2 കുഞ്ഞുങ്ങളെ ആയിട്ട് വന്നു. അന്ന് ഞാൻ ബംഗാളിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മുഖാന്തരമാണ് ഞാൻ വീണ്ടും 2ാമത് കാൺപൂരിലേക്ക് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നവര് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് ആദ്യം സംഭവിച്ചതുപോലെ തന്നെ ഇവരും കൈ ഒഴിഞ്ഞു. ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. നീ എൻ്റെ വൈഫിനോട് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, കാൺപൂര് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് വേണ്ടി തുറന്നാ കിടക്കുന്നത്. അന്ന് എൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു. ഇന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് ഇന്ന് രാത്രി നമുക്ക് അവിടെ കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, ഇന്നൊരു രാത്രി തലയായിക്കാനല്ലേ, ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ അന്ന് രാത്രി താമസിച്ചിട്ട് 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു മനുഷ്യൻ, ഒരു ഠാക്കൂർ, അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറെ വിഷമിക്കണ്ട, സാറിന് വേണ്ടി ഞാൻ വീട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി വീട് ശരിയാക്കി, ഒരു വാടക വീട് ശരിയാക്കി തന്നിട്ട് ആ വീട്ടുടമസ്ഥനോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് പൈസ ചോദിക്കരുത്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ
ഇദ്ദേഹത്തോട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോണം, മേരാ ഭയ്യ ഹേ എന്ന് പറഞ്ഞു. അന്നേരം അവര് ചോദിച്ച് ഇവ ഭയ്യ നയ്യ ഇവർക്ക് ആസയായ ഭയ്യ. അന്നേരം അദ്ദേഹം പറഞ്ഞു എവിടുന്ന് വന്നാലും എന്റെ ഭയ്യയാണ്, എന്റെ ഭാവിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ മോശമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അത്രയും മോശമായി നികൃഷ്ട ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം എനിക്ക് വേണ്ടി അവിടെ എഴുന്നേൽപ്പിച്ച് ആ ഗ്രാമത്തില് ഒരു വീട്, നല്ലൊരു വീട് എടുത്തു തന്നു. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് എന്റെ കൊച്ചു പ്രായത്തിൽ പറഞ്ഞ ആ ദൈവശബ്ദം ഞാൻ പിന്നീട് ഓർക്കാൻ ഇട വന്നത് ഇതാണ്: നീ ജാതികളുടെ പാല് കുടിക്കും, അവർ നിന്നോട് അനുസരണ ഭാവം കാണിക്കും, നീ അവരോട് ചേരില്ല, അവർ നിന്നോട് ചേരും എന്ന് പറഞ്ഞ ആ സാഹചര്യം. ഞാൻ താമസിക്കുന്ന വീട്ടില് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ട്, വാടക താമസിക്കുന്ന. ഞങ്ങളുടെ വീട്ടിൽ വെക്കാൻ അരിയില്ലാത്ത സമയം അദ്ദേഹം തലേദിവസം പറഞ്ഞ് എന്റെ കൂടെ സ്കൂളിൽ വരണം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു പോരാന്ന് പറഞ്ഞ്. നേരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വരത്തില്ലെന്ന്, എന്റെ ഈ വണ്ടിക്കൂലിയില്ല. അദ്ദേഹം പറഞ്ഞതിന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വണ്ടിക്കൂലിയുടെ കാര്യം ഒന്നും അറിയണ്ട, ഞാൻ വണ്ടിക്കൂലി ഇല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. വണ്ടിക്കൂലി ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയത്തുള്ളൂ. പുള്ളി എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടുന്ന് 35-40 കിലോമീറ്റർ ഞാൻ അന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഉൾഗ്രാമത്തിൽ പോയി ഒരു ചാക്ക് നിറച്ചും അരി, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര, ഇതെല്ലാം പുള്ളി ചാക്കിനകത്ത് നിറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്റെ ദൈവമേ, ഈ മനുഷ്യൻ എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ്. ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരുന്ന ഈ സാധനം എല്ലാം പുള്ളി ചാക്കിനകത്ത് വാരി കെട്ടുവാണല്ലോ, ഇയാൾ എന്തൊരു മനുഷ്യനാണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച്. എന്നിട്ട് ഇതെല്ലാം വാരി കെട്ടിയിട്ട് എന്നോട് പറഞ്ഞ് വൈസാബ് ഈ തൊടാ ഉഠാവും എന്ന് പറഞ്ഞ് ഞാൻ ആ ചാക്കിന്റെ ഒരു സൈഡിൽ പിടിച്ച് പുള്ളി ഞാൻ എന്റെ തലയിലേക്ക് വെച്ച് തരാനായിരിക്കുന്നു. ആ മനുഷ്യൻ അത് നേരെ തിരിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിട്ട് അവിടുന്ന് ചുമന്ന് 5 കിലോമീറ്റർ ചുമന്ന് വെളിയിൽ വന്ന് ഒരു വണ്ടിയെ കയറ്റി അദ്ദേഹം വെളിയിൽ വന്ന് അവിടുന്ന് മെയിൻ റോഡിൽ വന്നിട്ട് അവിടുന്ന് ബസ്സില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഈ പിന്നെ ഇവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് മെയിൽ വരുന്ന വണ്ടി മാത്രമേ ഉള്ളൂ ആ സമയത്ത് വരുന്നത്. ആ മെയിൽ വണ്ടിയെ കയറ്റി ഞങ്ങൾ ഈ സാധനം കൊണ്ടുവന്നു. അവിടുന്ന് പിടിച്ച് അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന വാടക കെട്ടിടത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പിള്ളേരെ വിളിച്ചിട്ട് അങ്കിളിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആ കൊണ്ടുവന്ന സാധനം മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ അരി ഉണ്ട്, ആവശ്യം അരി ഉണ്ട്, ഒരു കുഴപ്പമില്ല, ഇതും കൂടെ വീട്ടിൽ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ അരിയും സകല സാധനം ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞു ഒന്നുമില്ലാത്ത സമയം ഒരു ബ്രാഹ്മണനായ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിച്ചത്. ഞാൻ താമസിക്കുന്ന വീട് ഒരു ബ്രാഹ്മണന്റെ വീടാണ്. അവരുപയോഗിക്കുന്ന ഈ ജീരക റൈസ് പോലത്തെ ഒരു റൈസാണ് അവരുപയോഗിക്കുന്നത്. അത് പലപ്പോഴും ആന്റി എടുത്ത് ഞങ്ങൾക്ക് കൊണ്ടുതരും. പാല് പലപ്പോഴും അവിടുത്തെ സ്ത്രീകള് പശുവിനെ കറക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, അരി തന്നിട്ടുണ്ട്, മണ്ണൊന്നും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് തരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അവരോട് പറയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയും, അത് കുഴപ്പമില്ല ഇരുന്നോട്ടെ, ഇതും കൂടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ തരും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ മനുഷ്യൻ പറയുന്ന മനുഷ്യന്റെ വാക്കുകൾക്കൊക്കെയും മാറ്റം വരാം, മാനുഷികമായ ആലോചനകൾക്ക് മാറ്റം വരാം. ദൈവം പറയുന്ന ഒരു വാക്കുകൾക്ക് മാറ്റം വരുന്നില്ല, അതെപ്പോഴും ക്ലിയർ ആയിരിക്കും. ദൈവം പറയുന്ന ആലോചനയ്ക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ദൈവമാണ് പറഞ്ഞത് ജാതികളുടെ പാല് നീ കുടിക്കും, ജാതികൾ നിന്നോട് അനുസരണ ഭാവം കാണിക്കും. ഞങ്ങൾ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ക്രിസ്ത്യാനികൾക്ക് പ്രവേശിക്കാൻ കഴിയാത്തൊരു ഗ്രാമത്തിലാണ് ഇന്ന് ഞാൻ താമസിക്കുന്നത്. പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കൂടിയ ഗ്രാമത്തിന് സ്ഥലം വാങ്ങിച്ച് ഇവിടെ ആലയം പണിത് ആ ആലയത്തിനകത്താണ് ഞാൻ പാർക്കുന്നത്. ഈ ചുറ്റുവട്ടത്തെല്ലാം താമസിക്കുന്നത് ബ്രാഹ്മണരാ താമസിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് പൂജ നടക്കുക. നമ്മളോടാണ്, അവർക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മളോടാണ് കറണ്ട് മേടിച്ച് ഇപ്പൊ അവരുടെ വീട്ടിൽ പൂജ ചെയ്ത് നമ്മുടെ ഇവിടുന്ന് നടക്കുന്നത്. അപ്പൊ അവരാണെങ്കിലും നമ്മളോട് നല്ല സ്നേഹത്തോടു കൂടെ. ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, പലയിടത്തും നമ്മുടെ UP യിൽ പല സ്ഥലത്തും പ്രശ്നങ്ങൾ, എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇന്ന് വരെയും ഞാൻ പാർക്കുന്ന ഗ്രാമത്തിൽ എനിക്കെതിരായിട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുന്നതിന്റെ കാരണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു കൃപയാണ്. കാരണം ഈ ജനത്തെയൊക്കെ ഉൾക്കൊണ്ടു പോകുവാൻ, സ്നേഹിക്കാൻ, ആരുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലും. തൊട്ടടുത്ത വീട്ടിൽ വിവാഹം നടന്നപ്പോഴത്തേക്ക് അവരുടെ സകല സാധനം കൊണ്ടുവയ്ക്കുകയോ, അവരുടെ വീട്ടിൽ വന്ന 100 പേരോളം പേര് വന്നവർ അവരെല്ലാം ചർച്ചിനകത്താണ് വന്ന് കിടന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കും എതിരായിട്ടൊന്നും പറയാൻ കഴിയത്തില്ല. പലപ്പോഴും അവർ വരാറില്ലെങ്കിലും പ്രാർത്ഥനയുടെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ ആരാധനയ്ക്ക് വരത്തില്ല. ഒരു മന്ത്രവാദിയാണെന്ന് അവർ പറയുന്നത്. ഉസ്കെ പാസ് അഗർ ജായ് वो बढ़िया काम करने वाला है, उसको कोई दिक्कत नहीं എന്ന് പറയും. പൈസക്ക് ജരൂരത്ത് നെയ്യേ എന്ന് പറയും. ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും, പിശാച് ബാധിച്ച കേസുകളൊക്കെ വരും. പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സമയത്ത് വളരെ സന്തോഷത്തിലോട്ട് പോകും. എന്നിട്ട് അവർ പുറത്തു പോയിട്ട് പറയും, നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ഒരു മന്ത്രവാദി ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല, 10 പൈസ കൊടുക്കാതെ നമുക്ക് കാര്യങ്ങൾ നടത്താമല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ദൈവകൃപയാല്
പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അവരുടെ തന്നെ നല്ലൊരു സപ്പോർട്ട് ദൈവകൃപയാൽ എനിക്കുണ്ട്. പല ഗ്രാമങ്ങളിലെ ദൈവാംശന്മാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വരെയും കൃപയാൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നാട്ടുകാർ ഇറങ്ങി വരും, എന്താന്ന് ചോദിക്കും. നമുക്ക് നല്ല ഒരു ഫുൾ സപ്പോർട്ടോടു കൂടെയാണ് കൃപയാൽ ഞങ്ങൾ താമസിക്കുന്നത്. സുവിശേഷ വിരോധികൾ മാത്രം താമസിക്കുന്ന ഗ്രാമത്തിൽ ഒരു സുവിശേഷകൻ താമസിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിക്കേണ്ട കേസ് തന്നെയാണ്. കാരണം ഒരു സുവിശേഷ വിരോധികളുടെ ഗ്രാമത്തിൽ ഒരു സുവിശേഷകൻ കുടുംബമായി താമസിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ദൈവം തന്നെയാണ്. ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതാണ്. കാരണം ദൈവം എന്നോട് പറഞ്ഞ ആ വാഗ്ദത്തങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. പല രോഗങ്ങളുണ്ടായെങ്കിലും ആ രോഗങ്ങളിൽ നിന്നെല്ലാം കർത്താവ് സൗഖ്യമാക്കി. ഇതിന് ഞങ്ങൾ കാൺപൂരിൽ വരുന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായി. ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പഴുത്താകെ പ്രശ്നമായി. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന സാഹചര്യം, അങ്ങനെ മാനസികമായിട്ട് തകർന്ന് ആ സമയത്ത് ഇവിടെ ഒരു രാധാകൃഷ്ണനും രോമന എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ട്. പുള്ളിക്കാരത്തെ നേഴ്സാണ്. അപ്പൊ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞ് അവരെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞ്, ഫസ്റ്റ് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങളല്ലേ ഇവിടെ ഉള്ളത്. അവർ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ അത് ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് മസാല എടുത്ത് കളഞ്ഞ് അവരുടെ വീട്ടിൽ താമസിപ്പിച്ച് അവർ ഭക്ഷണം എല്ലാം കൊടുത്ത് പുള്ളിക്കാരത്തെ തന്നെ ഡ്രസ് ചെയ്ത് ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് പുള്ളിക്കാരത്തിന്റെ വണ്ടിക്കൂലിയും കൊടുത്ത് പറഞ്ഞയക്കുന്നത്. പക്ഷെ ഓരോ സമയത്തും ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്നതും ചെയ്യുന്നതും അത് വലുത് തന്നെയാണ്. എലിയാവിനെ സംബന്ധിച്ച് എലിയാവ് കിരീത്തിലെ വെള്ളം പറ്റി കാക്കയുടെ വരവ് നിന്ന് കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ ദൈവം പോഷിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയത് ഒരു വിധവയാണ്. എല്ലാ ആശയും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് മരണത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്കാണ് ദൈവഭക്തനെ ദൈവം അയക്കുന്നത്. പക്ഷെ ദൈവഭക്തൻ മുഖാന്തരം ആ സ്ത്രീയും ആ തന്റെ കുഞ്ഞും ആ ക്ഷാമകാലം മുഴുവനും അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു എന്ന് യുവജനം പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇല്ലായ്മയിലൊക്കെയും ദൈവം ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തി. ഞങ്ങളുടെ കരങ്ങളിൽ 10 പൈസ ഇല്ലെങ്കിലും ദൈവം ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ താമസിക്കുന്ന വീടിന്റെ 3ാം നിലയിൽ താമസിക്കുന്ന ഒരു ബേബിച്ചാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആഴ്ച 3 ദിവസം ഇറച്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ 3 ദിവസം ഞങ്ങൾക്ക് ഓരോ കിലോ ഇറച്ചി. പുള്ളി 1 കിലോ മേടിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് 1.5 കിലോ, പുള്ളി 1.5 കിലോ മേടിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് 1.5 കിലോ, അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുതരും. അതിന് ഞങ്ങൾ വീട്ടിലില്ലെങ്കിൽ കറി വെച്ചിട്ടും അദ്ദേഹം അതവിടെ വെച്ചിരിക്കും. അപ്പൊ ഞങ്ങളുടെ കൈ പൈസ ഉണ്ടോ ഇല്ലയോ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ ഇതെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം ഒരിക്കലും മാനിക്കാതെ മറക്കാതെ അത് ചെയ്തു കൊടുക്കാതെ നിവർത്തിക്കാതെ ദൈവം ഇരിക്കുന്നില്ല. കാരണം നാം ചെയ്യുന്നത് കർത്താവിന്റെ മഹത്വമേറിയ വേലയാണ് ചെയ്യുന്നത്. നാം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് കൃത്യമായ കൂലി ദൈവം നമുക്ക് തന്നിരിക്കും. നാം ഒരു ദൈവത്തിന്റെ വേലയാണ് നാം ചെയ്യുന്നെങ്കിൽ നമ്മെ പോറ്റുവാനും നമ്മെ പുലർത്തുവാനും നമ്മളുടെ ദൈവം മതിയായവൻ തന്നെയാണ്. നാം ആരുടെ മുമ്പിൽ ഇരക്കേണ്ട ഒരു ആവശ്യം മുതൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ഇരക്കേണ്ട സാഹചര്യം മുതൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എൻ്റെ കർത്താവ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിൽ ആരോട് ചോദിച്ചാൽ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നല്ല മാന്യമായ രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് പഠിക്കുന്നത് അവിടെ ഇവിടെ അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. അവരുടെ ഫീസ് കാര്യങ്ങളെല്ലാം ദൈവം തന്നെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം കർത്താവ് നിർവഹിച്ചു തരുന്നുണ്ട്. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാലഘട്ടത്തിൽ സമാധാനം എന്താണെന്നോ സ്വസ്ഥത എന്താണെന്നോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥതയും സമാധാനവും ദൈവം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് മാറി. പലപ്പോഴും രോഗം ഞങ്ങളെ വേട്ടയാടിയ ഒരു സമയമുണ്ടായിരുന്നു. എന്നെ ആ സാഹചര്യത്തിലൊക്കെയും അതിൽ നിന്നെല്ലാം ദൈവം പരിപൂർണമായ ഒരു വിടുതൽ തന്നു. എൻ്റെ ഇളയ മോളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് തോന്നുന്നത് 3-3.5 വയസ്സേണ്ടുണ്ട്. ഈ സമയത്ത് എൻ്റെ പുസ്തകങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ അടുക്കി വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തിരുന്ന ഒരു ബ്ലേഡിന്റെ ഒരു കഷ്ണം അത് താഴത്തേക്ക് വീണു. ആ പുസ്തകത്തിന്റെ ഇടയിൽ എവിടെയോ വെച്ചിരുന്ന ആ ഷെൽഫിനകത്തിരുന്നതായിരുന്നു. അതൊടിഞ്ഞ് അത് താഴത്തേക്ക് വീണപ്പോൾ അവൾ അതിങ്ങനെ കൈ പിടിച്ചിങ്ങനെ ഓടിച്ചിട്ട് അതിങ്ങനെ വായി വെച്ചിട്ടുണ്ടാണ്. പക്ഷെ നമുക്ക് പറഞ്ഞാൽ ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സംഭവിച്ചത്. കൊച്ചിന്റെ വായിൽ ഇങ്ങനെ വെച്ചോണ്ട് എന്തോ വർത്തമാനം പറയുകയാണ് ചെയ്തപ്പോഴത്തേക്ക് ബ്ലേഡിന്റെ കഷ്ണം താഴത്തേക്ക് പോയി. ഈ ബ്ലേഡിനെ 4 ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കഷ്ണം
വൈകിട്ട് രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോൾ കൊച്ച് ശരീരത്തിന് എന്തോ ഭയങ്കര അസ്വസ്ഥത തോന്നി, കൊച്ച് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. വൊമിറ്റ് ചെയ്ത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വൈഫ് മുറി അടിച്ചു വാരിയപ്പോഴത്തേക്ക് അവളോട് ചോദിച്ചിട്ട് ഇവിടെ വീണ് കിടന്ന ബ്ലേഡ് എന്ത് ചെയ്ത് മൂത്തയാളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞത് ജെമി എടുത്തെന്ന് പറഞ്ഞു. ജെമിയോട് ചോദിച്ചു കൊച്ചിന്റെ അകത്ത് പോയ സാധനം കൊച്ച് എങ്ങനെയാ പറഞ്ഞത്. കൊച്ചു പറഞ്ഞു കണ്ടില്ല അമ്മയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ രാത്രിയായി കഴിഞ്ഞപ്പോ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ലാസ്റ്റ് കൊച്ച് എന്റെ മടിയിലേക്ക് വന്നിട്ട് കിടന്നിട്ട് പറഞ്ഞു പപ്പയൊന്ന് പ്രാർത്ഥിക്കും പപ്പയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അപ്പൊ ഈ കൊച്ച് രണ്ടാമത് വീണ്ടും കൊച്ച് വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തറയെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ആ തറയിലേക്ക് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഈ ലൈറ്റിൽ കാണുന്ന ഇങ്ങനെ തിളങ്ങുന്ന പോലെ ഉണ്ട്. പക്ഷെ ആദ്യം ഞാൻ അവിടെ കണ്ടതാണ്, അവിടെ ഒന്നും സാധനം കിടപ്പില്ല. ഞാൻ ആ കവ ഇങ്ങനെ വാരിയെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഈ ബ്ലേഡിന്റെ ചെറിയ കഷ്ണം കിടക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു തരി പോലും ബ്ലഡ് പോലും വരാതെ ഇതിന്റെ അകത്തുനിന്ന് ആ ബ്ലേഡ് പുറത്തു വന്നുള്ളതാണ്. ഞാൻ ഒരിക്കല് എന്റെ ജ്യേഷ്ഠന്റെ ചർച്ച ചെന്ന് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ആ പൊട്ടത്തരം വിളിച്ചു പറയലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കർത്താവിനെ കുറിച്ച് പറഞ്ഞു തന്നു, എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കർത്താവിന്റെ കരം കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് വലിച്ചെടുത്തെന്നേ എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ചേട്ടന് വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ എന്നെങ്കിലും ഒരു സമയത്ത് കാണുമ്പോഴത്തേക്ക് അവളുടെ ഇടത് കൈ ഒന്ന് പിടിച്ചിട്ട് നൂർത്ത് പിടിച്ച് ഒന്ന് തിരിച്ചും മടക്കി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അതെന്താടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞിട്ടും ഈ ജോയിന്റിന്റെ ഇവിടെ ഒടിഞ്ഞിട്ട് അവിടുത്തെ പൈസ ഇല്ല, ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവർ പറഞ്ഞ് വീട്ടിൽ പോയി ഞങ്ങൾ വന്ന് പ്ലാസ്റ്റർ ഇട്ടുള്ളതെന്ന് പറഞ്ഞു. 150 രൂപ പ്ലാസ്റ്റർ ഇടുന്നതിന് ചാർജ് വാങ്ങിച്ചു. പക്ഷെ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കൊച്ചിന്റെ കൈ തിരിഞ്ഞായിരിക്കുന്നു. 9ാമത്തെ ദിവസം ഞാൻ കത്തി കൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ കൊച്ചിന്റെ കൈ തിരിഞ്ഞായിരിക്കുന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവെ, കേരളത്തിൽ നിന്ന് വാഹനത്തിൽ ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ആർക്കും ഒരു അംഗവൈകല്യമില്ല. കർത്താവ് നിന്റെ ഹിതമാണെങ്കിൽ കർത്താവ് ഞാൻ സഹിക്കാം, അല്ലെങ്കിൽ പറ്റില്ല കർത്താവെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ കൊണ്ട് കരയോ. കൊച്ചിന്റെ കൈ തിരിഞ്ഞായിരിക്കുന്നത്. ഉച്ചത്തിൽ ഇങ്ങനെ കരയുന്ന സമയത്ത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊച്ചിന്റെ കൈ താഴത്തേക്ക് പോയി. ഈ കൊച്ചു കൈ ഇങ്ങനെ ഉയർത്തിൽ കൊച്ചിങ്ങനെ കൈ ഇങ്ങനെ തിരിച്ചിട്ട് പറയാ, പപ്പ എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല പപ്പ എന്ന് പറഞ്ഞു. ആ കൈ ഇന്നും അതുപോലെ തന്നെ യാതൊരു കുഴപ്പമില്ല. കാരണം അവിടെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകാൻ എൻ്റെ സാമ്പത്തികമില്ല, ഒരു നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാനുള്ള സംവിധാനം എൻ്റെ കയ്യിലില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ അദൃശ്യകാര്യം കുഞ്ഞിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ വീട്ടിൽ താമസിക്കുമ്പോഴാണ് 1.5 ലിറ്റർ മണ്ണെണ്ണ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് അത് സ്റ്റൗവിനകത്ത് ഒഴിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും പറയും, വൈഫിനോട് പറയും, ഈ സ്റ്റൗവിന്റെ അടുത്ത് ചൂല് കൊണ്ട് അടിക്കുമ്പോഴത്തേക്ക് നീ കൈ കൊണ്ടെടുത്ത് മാറ്റുമോ കാലുകൊണ്ട് തട്ടി മാറ്റുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി അതെന്താന്ന് പറഞ്ഞതിന് മാത്രം അങ്ങോട്ട് മറുപടി പറയുക, അത് മാത്രം അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി അവിടെ അടിക്കുകയില്ല തുടയ്ക്കുകയോ ഇല്ല. പക്ഷെ ഒരു ദിവസം കൊച്ചിന് ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ബ്രാഹ്മണ പയ്യനുണ്ട്. എന്താ പറഞ്ഞ, അങ്കിൾ ഇത് മണ്ണയ്ക്ക് ഒത്തിരി പൈസ ആകത്തില്ല, ഞാനൊരു സിലിണ്ടർ അങ്കിളിന് ഫ്രീ ആയിട്ട് തരാം, നിറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. ആ സിലിണ്ടർ നിറച്ച് കൊണ്ടുവന്ന അന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ സ്റ്റൗവിനകത്ത് ഈ എയർ അടിച്ച് കത്തിക്കുന്ന ആ സ്റ്റൗവിനകത്ത് ഒരു തുള്ളി മണ്ണെണ്ണയില്ല. എൻ്റെ അക്കെല്ലാം തുരുമ്പെടുത്തായിരിക്കുന്നത്. കാരണം മാസങ്ങളായിട്ട് ഈ സ്റ്റൗ ഓടുന്നത് എയർ അടിച്ച എയറിൽ അത് കത്തിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അനുഭവിച്ച ഞാൻ മണ്ണെണ്ണ ഒഴിച്ച സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ടാമത് മണ്ണെണ്ണ ഒഴിക്കാൻ എൻ്റെ മണ്ണെണ്ണയില്ല, മണ്ണെണ്ണ വാങ്ങിക്കാനുള്ള സംവിധാനം എൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന സമയമാണ് ഈ കാര്യങ്ങൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം എനിക്കൊന്നും കൂടെ എൻ്റെ വിശ്വാസത്തെ എനിക്ക് കൂട്ടി ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. കാരണം ദൈവത്തിന് സകലതും കഴിയും. നമ്മൾ പറയും ദൈവത്തിനെല്ലാം കഴിയുമോ? ദൈവത്തിനെല്ലാം കഴിയും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദൈവത്തിന് കഴിയാതെ പോകുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരയുന്ന ദൈവ പൈതലിന്റെ കണ്ണുനീരിന് മറികടന്നു പോകാൻ ദൈവത്തിന് കഴിയില്ല. ബാക്കിയെല്ലാം ദൈവത്തിന് കഴിയുന്ന എനിക്ക് തോന്നുന്നു. എല്ലാം കഴിയും, പക്ഷെ ഇത് മാത്രം കഴിയത്തില്ല. ഞാനും നിങ്ങളും കരയുമ്പോൾ നിലവിളിക്കുമ്പോഴത്തേക്ക് ദൈവം ആ നിലവിളി കേട്ടിട്ട് അവിടുന്ന് മറികടക്കത്തില്ല. അതെന്റെ ജീവിത അനുഭവമാണ്. കാരണം എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ചില കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ഇത്രത്തോളം ഭംഗിയായി ദൈവം നടത്തുന്നു. കൃപയാൽ ഞങ്ങളുടെ ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ടിവിയിലേക്ക്, ആരോഗ്യ ടിവിയിലേക്ക് സാക്ഷ്യത്തിനായിട്ട് ഒരവസരം
എനിക്ക് ലഭിച്ചു. അതിന് മുഖാന്തരമായി തീർന്നത് ബെല്ലാർഷായിൽ വർക്ക് ചെയ്യുന്ന അജിത് കുമാർ പാസ്റ്റർ, പെരുമ്പാവൂരിലുള്ള ആ പാസ്റ്ററിന്റെ പരിചയക്കാരനാണ്. അദ്ദേഹമാണ് ഒരിക്കൽ എന്നോട് ഇങ്ങനെ ചോദിച്ചത്, പിന്നെ ഈ പാസ്റ്ററെ ഒരു ടെസ്റ്റ് മണി പറയാൻ വേണ്ടി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പറയുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. അതെവിടെയാണ്? അത് പറഞ്ഞ് ആരോമ ടി വിയിലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോമ ടി വിയിലെ ടെസ്റ്റ് മണിയൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ഞങ്ങൾ കേൾക്കാറുണ്ട്. മിക്കവാറും എൻ്റെ വൈഫ് അത് സ്ഥിരമായി കേൾക്കാറുണ്ട്. നല്ല ടെസ്റ്റ് മണിയൊക്കെ കേൾക്കുമ്പോൾ ഇതിന് പുള്ളിക്കാത്തി അത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുള്ള സമയത്താണ് ഞാനും കേൾക്കുന്നത്. അല്ലാതെ ചില സമയത്തൊക്കെ ഞാനും ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാനും അത് കേൾക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവസരം തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഭവങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മധ്യ ഞാൻ സാക്ഷ്യമായിട്ട് ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കുന്ന ഒരു ദൈവമല്ല, കൈവിടുന്ന ഒരു ദൈവമല്ല. എല്ലാവരും കൈവിട്ട സ്ഥാനത്ത് ദൈവം ഞങ്ങളെ മാന്യമായി ദൈവത്തിനും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ചോദിക്കും. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഉപേക്ഷിച്ചാലും, നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ ഉപേക്ഷിച്ചാലും, സഹോദരന്മാരെല്ലാം അതെല്ലാം തിരികെ കിട്ടുമെന്ന് കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. സത്യത്തിൽ ആ വാക്യം ഞാൻ വായിച്ചപ്പോൾ പലപ്പോഴും എനിക്ക് അതെന്താണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞത് ഒരു സമയത്ത് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്തായിട്ട്, കൊട്ടാരക്കരയല്ല ആയൂരില് ഒരു റോയ്ച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവാസനുണ്ട്. ഞങ്ങള് അവിചാരിതമായി പരിചയപ്പെട്ട് അങ്ങനെ സ്ഥിരം രാത്രി സംസാരിക്കണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞങ്ങൾ ഫോൺ സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പാസ്റ്റർ നാട്ടിൽ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആച്ചാരി ഞാൻ നാട്ടിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ജസ്റ്റ് വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് വരും. ലവ് ആർമി ക്രൂസേഡിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ 2 ദിവസം തങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഞാൻ കയറി പോരാറുള്ളൂ. ഫാമിലി ആയിട്ട് അങ്ങനെ വരാറില്ല. കാരണം സ്വന്തമായിട്ട് വീടില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഫാമിലി ആയിട്ട് വരാറില്ല. അതൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചെറുതാ, അവർ ഇച്ചിരി കഴിക്കുന്നവരെ ഇന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന പ്രായമായില്ലേ, അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, നല്ല സംവിധാനം എനിക്കില്ലെന്ന് പറഞ്ഞു. മാഷ് എന്ത് വർത്താനാ പാസ്റ്റർ പറയുന്നത്? ഞാനില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം എനിക്ക് നാട്ടിലേക്ക് പോരാനുള്ളതും തിരിച്ച് റിട്ടേൺ ഉള്ള ടിക്കറ്റിനുള്ള പൈസ പുള്ളി അയച്ചു തന്ന് പുള്ളി 1 മാസം പുള്ളിയുടെ വീട്ടിൽ തന്നെ എന്നെ താമസിക്കുന്നുള്ളതാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചോട്ടെ, പക്ഷെ അവരെല്ലാം മറന്നാലും നമ്മളെ മറക്കാത്ത ഒത്തിരി ബന്ധങ്ങൾ നമുക്കുണ്ട്. എൻ്റെ നേരെ മൂത്ത ആംഗ്ലയുടെ മോൻ സിബി ഒരു കൈസ്മാറ്റിക്കാരനാണ്. എന്നെ കാണുമ്പോൾ അവന് ദേഷ്യമായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാ. ഞാൻ എപ്പോൾ ചെന്നാലും എനിക്ക് എന്റെ ഇഷ്ട ഭക്ഷണങ്ങളെല്ലാം അവൻ ഉണ്ടാക്കി എന്നെ കഴിപ്പിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്റെ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണത്. കാരണം എന്നോട് അവന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും മടി കൂടാതെ എനിക്ക് വേണ്ടി അത് ചെയ്തു തരും. എന്റെ കൂടെ നടക്കാനും ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ കൂടെ വരും ഒക്കെ ചെയ്യുന്നത് എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോനാണ്. കാരണം നമ്മളെ ആര് വെറുത്താലും പിന്നത്തേതിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മൾ ഉൾക്കൊള്ളുവാനും ഒക്കെ ദൈവം ഓരോരുത്തരെ ദൈവം ഒരുക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കുക. വിശ്വാസത്തിന്റെ പേരിൽ നമ്മളെ ആര് തള്ളിക്കളഞ്ഞാലും, ആര് നമ്മളെ മറന്നു പോയാലും, നമ്മളെ മറക്കാത്തൊരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വീടും എല്ലാം നഷ്ടമായാലും നമുക്ക് വേണ്ടി ഒരു വീടിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം നമുക്ക് കരുതുവാൻ, സകലത്തെക്കാൾ ഉപരിയായി ഒരു ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലുത് അത് തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ അത് മാത്രം നമുക്ക് മതി. രാത്രി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സമയം ഒരുക്കി തന്ന പ്രിയ ദൈവദാസനോട് എന്റെ നന്ദിയും വന്ദനത്തെയും അറിയിക്കുന്നു. അതുപോലെ കാൺപൂരിലുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലവ് ആർമി ക്രൂസേഡിന്റെ ഈ പ്രവർത്തനത്തെ 18 ഗ്രാമങ്ങളിൽ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. കടന്നുപോയി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ചില പ്രവർത്തകരെയാണ് ഇനി ആവശ്യം. ചില ഒരു 5-ലധികം ദൈവദാസന്മാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് ട്രെയിൻ ചെയ്ത കുറച്ച് ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി, പ്രവർത്തനത്തിന് ഒന്നും കൂടി ഒരു വിശാലത വരേണ്ടതിന് വേണ്ടി എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനവും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിനോയ് ജോസഫിനെ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് ആ സാക്ഷ്യം വിലപ്പെട്ടതായി തീർന്നത് എന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് വിലയിരുത്തുവാൻ കഴിയും. സ്വന്തം പിതാവും സ്വന്തം കുടുംബവും നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത, വിലയില്ലാത്ത, ഉപേക്ഷിക്കപ്പെട്ട, പുറന്തള്ളപ്പെട്ട, ഉപയോഗശൂന്യമായ
സ്വന്തം പിതാവ് 100 രൂപ മാത്രം വില കൽപ്പിച്ച, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പാപത്തിൽ വലിച്ചിഴക്കപ്പെട്ട എല്ലാവരാലും വേണ്ട, ഇനി ജീവിച്ചിരിക്കേണ്ട, ഒരു തുണ്ട് കയറെടുത്ത് തന്നോ, ഒരു കുപ്പി വിഷം വാങ്ങിച്ച് തന്നോ ഒക്കെ ഒഴിവാക്കി വീട്ടിൽ നിന്നും പോയ അനുഭവങ്ങൾ, എത്രയോ വേദനാജനകമായ അനുഭവങ്ങൾ. ഇത്ര ഒഴിവാക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അതൊക്കെ തിരിച്ചു വിട്ടത്, അതിൻ്റെയൊക്കെ പിന്നിലുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി, ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എത്ര വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഞാൻ ഈ ചാനലിലൂടെ 100 കണക്കിന് പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാനിടയായി തീർന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുള്ള കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓരോ വ്യക്തിയെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു സമാനതയും ഇല്ലാത്ത രീതിയിലാണ്. അത്ര വലിയ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. സ്തോത്രം. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിക്ക് സമാനതകളോടുകൂടിയുള്ള അനുഭവത്തിലൂടെ കർത്താവിൻ്റെ രാജ്യത്തിന് കൊള്ളാകുന്നവരായി, അല്ലെങ്കിൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി, അല്ലെങ്കിൽ നിത്യരാജ്യത്തിന് യോഗ്യരായി, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ശുശ്രൂഷക്കാരനായി ദാസനായി തീരുന്നില്ല. തികച്ചും വ്യത്യസ്തമായി. അതിൻ്റെ അർത്ഥം ദൈവം ഓരോ വ്യക്തിയെയും വ്യത്യസ്ത ഉദ്ദേശത്തിൽ, വ്യത്യസ്തമായ പദ്ധതിയോടുകൂടിയാണ് അവരെ നിയോഗിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ അവർ രൂപപ്പെട്ടു വരുവാനും അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളും വ്യത്യസ്തമാണ്. സ്തോത്രം. മനുഷ്യൻ പുറമേ ഉള്ളത് കണ്ടിട്ട് ഓരോ വ്യക്തിയെയും വിലയിരുത്തും, മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് ഒരുപക്ഷെങ്കിൽ നമ്മളെ ഒഴിവാക്കും, അവഗണിക്കും. എന്നാൽ ദൈവം തമ്പുരാൻ അറിയാം നമ്മളെക്കുറിച്ചുള്ളതായ പദ്ധതി. ആ പദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും, ഇതിനായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ അവഗണന, ഈ നിന്ദയും പരിഹാസവും ഒഴിവാക്കലും ഈ കഷ്ടപ്പെടലുകളും ഒക്കെ ഇതിനായിരുന്നു. അതെല്ലാം കഴിഞ്ഞു വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് വന്നു, അവിടെയും വന്ന് അനുഭവിച്ച പട്ടിണിയും, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത അവസ്ഥ, റെയിൽവേ സ്റ്റേഷനുകളിലും വഴിയരികിൽ കിടന്ന നാളുകൾ, പഴത്തൊലി തിന്ന് ജീവിച്ച ദിവസങ്ങൾ, വഴിയരികിലെ കുടിക്കാൻ കൊള്ളാത്ത വെള്ളം കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കിയ അനുഭവങ്ങൾ. ശരിക്കും ഒരു മലയാളി കടന്നുപോയി ഈ കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഇന്ന് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന സുവിശേഷ വിരോധികളുടെ നടുവിൽ അവരുടെ ഇടയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന ഒരു വിളക്കായി, വഴികാട്ടിയായി, കർത്താവിലേക്ക് നയിക്കുന്ന ഒരു ചൂണ്ടുപലകയായി ദൈവം തിരഞ്ഞെടുത്തല്ലോ, ദൈവം ഉപയോഗിച്ചല്ലോ, ദൈവം നിർത്തിയിരിക്കുന്നല്ലോ. ആ മഹാസ്നേഹത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഒരു ബിഗ് സല്യൂട്ട് ചെയ്യാൻ തരിക. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവദാസനെ, കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ ആ ദൗത്യം ആമേൻ ദൈവദാസനിലൂടെ, കുടുംബത്തിലൂടെ, കുഞ്ഞുങ്ങളിലൂടെ ആ ദേശത്ത് ദൈവം പൂർത്തീകരിക്കട്ടെ. കൂട്ടു ശുശ്രൂഷക്കാരെയൊക്കെ ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യം ഒരുപാട് പേർക്ക്, ആയിരക്കണക്കിന് ജനത്തിന് പ്രചോദനമാകുവാൻ, അവരുടെ ജീവിതത്തിൽ ഉത്സാഹവും വിശ്വാസവും വർദ്ധിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം എത്ര കണ്ട് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിക്കുവാൻ, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് സ്തോത്രം ഒരുപക്ഷെങ്കിലും ഒന്ന് പരിശോധിക്കുവാൻ, തിരുത്തുവാൻ
സഹായകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും നമ്മൾ പരിതപിക്കാറില്ലേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ, എൻ്റെ കഷ്ടതയും ദുരിതവും ദുഃഖവും ഒന്നും മാറുന്നില്ലല്ലോ, അല്ലെ എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഒരു മാറ്റം ഉണ്ടാകുന്നതെന്നൊക്കെ ഓർത്ത് പരിതപിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവത്തിന് രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി നാം വിധേയപ്പെടുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കും, അവൻ നിങ്ങളെ പണിതെടുക്കും. കർത്താവിന് പ്രയോജനമുള്ള, അവൻ്റെ കരത്തിലിണങ്ങിയ ഒരായുധമായി, മൂർച്ചയുള്ള ഒരായുധമായി ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട, പിന്മാറിപ്പോകരുത്. വിളിച്ച ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് യാത്ര തുടരൂ. കർത്താവ് നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയ ബിനോയ് പാസ്റ്റർ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചു. നാളെ ഒരവസരത്തിൽ നിങ്ങൾക്കും ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദൈവ മനുഷ്യൻ ഏതെല്ലാം മേഖലകളിൽ നിന്ദിക്കപ്പെട്ടുവോ അവിടെയെല്ലാം ദൈവം ആദരിക്കുവാൻ, ദൈവം ഉയർത്തുവാൻ ഇടയായി തീർന്നു. അതെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കും ദൈവം അതേ ആദരവും അംഗീകാരവും തരുവാൻ വിശ്വസ്തനാണ്. ഒരാളിനെ പോലെ ഞാനും ആയിത്തീരണമെന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്കും രൂപത്തിലേക്കും ഭാവത്തിലേക്കും നിലയിലേക്കും നമുക്ക് വരുവാൻ കഴിയാതിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് സബ്മിഷൻ ചെയ്യാം. കർത്താവെ, അങ്ങനെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അതുപോലെ ആയിത്തീരുവാൻ അങ്ങനെ രൂപപ്പെടുത്തണമേ, അങ്ങനെ ഒരുക്കിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ആയിരിക്കുന്നയിടത്ത് സർവശക്തന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കൂ, ആ ക്രൂശിലേക്ക് ഒരു നിമിഷം നോക്കൂ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ ക്രൂശിൽ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ, ആമേൻ, ഒരാൾ യേശു കർത്താവിനെ നിന്ദിച്ചു, എന്നാൽ ഒരാൾ ആമേൻ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശു ആമേൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി, ആ യേശു ആമേൻ എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിയപ്പോൾ താൻ തന്നിലേക്ക് നോക്കുവാനും തൻ്റെ തെറ്റുകളെ തിരുത്തുവാനും താൻ ആ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന. ആ ഒരൊറ്റ പ്രാർത്ഥന ആമേൻ അവൻ്റെ ജീവിതത്തിലേക്ക് ആമേനെ യേശു ഇറങ്ങി വരുവാൻ, യേശു അവനെ ആമേൻ വാക്കുകൊണ്ട് ഉറപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ വിഷയത്തിലേക്ക്, നിന്റെ പ്രശ്നത്തിലേക്ക്, നിന്റെ തലമുറകളിലേക്ക്, നിന്റെ ജോലിയിലേക്ക്, നിന്റെ മാനസിക അവസ്ഥയിലേക്ക്, നിന്റെ വിശ്വാസ മണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കുന്ന നിമിഷങ്ങളായി തീരുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോവുക. കർത്താവ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആര് ഞങ്ങളെ കണ്ണടച്ച് ആമേ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി പ്രാർത്ഥനയോട് ദൈവത്തിലായിരിക്കുന്നു, ആ വ്യക്തികളോട് കർത്താവ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വിനോയ് പാസ്റ്റർ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ ഇളവ് കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ രാത്രിയിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ കർത്താവ് അല്പസമയം ഞങ്ങൾക്ക് ചിലവഴിപ്പാൻ സ്വർഗം അവിടുന്ന് കൃപ ചെയ്തല്ലോ. കർത്താവെ, അടിന്റെ സാക്ഷ്യം ശ്രദ്ധയോടെ കേൾക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. കർത്താവെ, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയേറിയ വചനങ്ങൾ കർത്താവെ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായി കർത്താവെ, നിരാശയോടുകൂടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കർത്താവെ വിശ്വാസത്തിൽ മുന്നേറുവാൻ സഹായിക്കേണ്ടതിനായി ആമേൻ സകലതും കർത്താവെ തകർന്നു എന്നുള്ള ആമേൻ ഉടഞ്ഞുപോയെന്നുള്ള അല്ലെങ്കിൽ അവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അവർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. അവൻ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, അവൻ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അവൻ കരുതുന്ന ഒരു ദൈവമുണ്ട്, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കർത്താവെ അവരറിയുവാൻ കർത്താവിന് കാരണമായി തീരട്ടെ. കർത്താവെ,
ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവേ, എന്നെ സൗഖ്യമാക്കിയ ദൈവം, ആമേൻ, ഹല്ലേലൂയ, അവരെയും സൗഖ്യമാക്കുവാൻ മതിയായവനെന്ന് അവരറിയുവാൻ കർത്താവെ കാരണമായി തീരട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഒറ്റപ്പെട്ട സ്ഥാനത്ത് ചേർത്ത് പിടിക്കുവാൻ ഒരു കർത്താവ് കർത്താവ് അറിയുവാൻ അത് കാരണമായി തീരട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഉറ്റവരും ഉടയവരും തള്ളിയ സ്ഥാനത്ത് ഹല്ലേലൂയ കർത്താവ് ചേർത്ത് പിടിക്കുമെന്നുള്ള, ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ കരുതുമെന്നുള്ള ആമേൻ വസ്തുതയെ അവർ തിരിച്ചറിയുവാൻ കാരണമായി തീരട്ടെ. കർത്താവേ, കേൾക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായിരിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരട്ടെ, അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, ഉയർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് കർത്താവ് അറിയുവാൻ കാരണമായി തീരണം. കർത്താവ് ഇതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് കർത്താവ് നിറയ്ക്കണമേ. എല്ലാ പ്രിയമുള്ളവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ ഒരനുഗ്രഹം അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, പ്രോഗ്രാം ചെയ്യുന്ന പ്രിയ ദേവദാസന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, സ്തോത്രം, താൻ നിമിത്തം എത്രയോ ജീവിതങ്ങൾ ഹല്ലേലൂയ അവൻ രക്ഷകനായ ക്രിസ്തുവിനെ അറിയുവാൻ ഇതൊക്കെയും കാരണമായി തീരുന്നു. കർത്താവേ, അല്ല ഇരട്ടി നന്മയാൽ കർത്താവ് തന്നെ അനുഗ്രഹിക്കണമേ. തന്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അനുഗ്രഹ വിഷയമായിരിക്കട്ടെ, എന്നും ഒരു അനുഗ്രഹ വിഷയമായിരിക്കണം. കർത്താവ് അടിയന്റെ പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം, യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ബിനോയ് പാസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സും തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുക ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ എല്ലാ ശ്രോതാക്കളും ഉള്ളതായ നന്ദി സ്നേഹത്തിനടുത്ത് ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com